നമ്മൾക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മുടെ ചിന്തയെ തിരിക്കാം. അതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യം, ദ ബുക്ക് ഓഫ് ജെനീസസ് ചാപ്റ്റർ 24 വേഴ്സ് 58. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യം വായിച്ചാൽ, അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. And they called Rebekah and said unto her, Wilt thou go with this man? And she said, I will go. Now പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വലിയവനായ ദൈവമേ, നിന്റെ വിലയേറിയ മക്കളെ, നിന്റെ ദാസീദാസന്മാരെ, നീ തിരഞ്ഞെടുത്ത നിന്റെ മക്കളെ നീ കൂട്ടിക്കൊണ്ട് നിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ, നീ ഞങ്ങളെ പഠിപ്പിക്കണമേ, നിന്റെ വചനം ഗ്രഹിപ്പാൻ നിങ്ങൾ കൃപ നൽകണമേ, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഭാഗമാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തപ്രകാരം ഒരു മകനെ കൊടുത്തു. അവൻ്റെ പേര് ഇസ്ഹാക്ക് എന്നാണ്. ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ ആവശ്യമായി വന്നപ്പോൾ ആ കാര്യം അബ്രഹാം യഹോവയായ ദൈവത്തിങ്കൽ പരമേൽപ്പിച്ചു. അതിനുശേഷം ദൈവം അതിന് വഴി തുറന്നു, അതിനുള്ളതായ സംസാരങ്ങൾ നടന്നു. അതിനുശേഷം റിബേക്കയോട് ചോദിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രയോജനകരമാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കളുടെ വിവാഹം നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ പലപ്പോഴും നാം ഏതെങ്കിലും ആലോചനകളൊക്കെ നമ്മുടെ മുൻപിൽ വന്നിട്ട് നാം ഒരു സെലക്ഷൻ ചെയ്തതിന് ശേഷം ദൈവത്തോട് ചോദിക്കുകയാണ്, ഇത് നിൻ്റെ ഹിതമാണോ എങ്കിൽ നടത്തിത്തരണമേ. എന്നാൽ അബ്രഹാം അപ്രകാരമല്ല ചെയ്യുന്നത്. ആദ്യമേ തന്നെ ആ കാര്യം ദൈവത്തിൽ പരമേൽപ്പിച്ചു. ഉൽപ്പത്തി 24-ന്റെ 7-ാം വാക്യം വായിച്ചാട്ട്. 24-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ജെനീസസ് 24 വേഴ്സ് 7. എന്റെ പുത്രഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്യുന്നവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിന്റെ ദൈവമായ യഹോവേ, എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും. ഇവിടെ അബ്രഹാം തന്റെ ദാസനാകുന്ന എലിയാസാറിനെ അയക്കുന്നതിന് മുൻപായി അവനെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവനോട് പറയുന്നത്, എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോടരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്നും എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ, എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ അയക്കും. അപ്പോൾ എലിയാസാറിനോട് അബ്രഹാം പറയുന്നില്ല, നീ പോയിട്ട് അവൻ്റെ വീടൊക്കെ നല്ലതാണോ, പെൺകുട്ടി നീളവും വണ്ണവും ഒക്കെ ഉള്ളതാണോ, വെളുത്തതാണോ കറുത്തതാണോ എന്നൊക്കെ നോക്കി കൊണ്ടുവരണമെന്ന് പറയാതെ പൂർണ്ണമായ ആ കാര്യം ദൈവത്തിങ്കൽ പരമേൽപ്പിച്ചു. പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും, ദൈവം തിരഞ്ഞെടുത്ത് നൽകും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. അബ്രഹാം തിരഞ്ഞെടുത്തിട്ട് ദൈവത്തിൻ്റെ അപ്രൂവൽ, ദൈവത്തിൻ്റെ അനുവാദം വാങ്ങിക്കുകയല്ലായിരുന്നു. ആരംഭത്തിൽ തന്നെ ആ കാര്യം ദൈവത്തിന് പരമേൽപ്പിച്ചു. അതിനുശേഷം അബ്രഹാമിൻ്റെ ദാസനായ എലിയാസറും ആ കാര്യം തന്നെ ദൈവത്തിങ്കൽ പരമേൽപ്പിക്കുകയാണ്. ഉൽപ്പത്തി 24-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യം വായിച്ചാൽ, 24-ന്റെ 12 മുതൽ 14 വരെ. എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു.
ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രമിറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ, കുടിക്ക, നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസന ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ ദാസനോ യജമാനോട് കൃപ ചെയ്ത് എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. ഇവിടെ എലിയസർ വന്നിട്ട് കിണറ്റിനരിയായിരിക്കുകയാണ്. അന്ന് ഇതുപോലെ പൈപ്പ് സിസ്റ്റമോ വെള്ളമൊന്നുമില്ലല്ലോ. അവിടെയായി കിണറുകൾ കുഴിക്കുക. ആ കിണറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ കയർ കൊണ്ട് കോരുന്നതല്ല. വലിയ കിണറുകൾ കുഴിച്ചിട്ട് പടിയായി താഴെ ഇറങ്ങിച്ചെന്ന് വെള്ളം എടുത്തുകൊണ്ട് വരണം. വളരെ ബദ്ധപ്പാടുള്ള കാര്യമാണ്. കോരുകയല്ല, താഴെ ഇറങ്ങിച്ചെന്ന് സ്റ്റെപ്പിൽ ചെന്ന് വെള്ളം കോരിക്കൊണ്ടുവരണം. അത് വളരെ കഠിനമായൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ കിണറ്റിനരികെയാണ് ആളുകൾ വന്ന് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ എവിടെല്ലാം ആളുകളുണ്ടോ, അബ്രഹാമിനെ കുറിച്ച് ഞാൻ വായിക്കുന്ന എവിടെല്ലാം പോയി അവനോടെല്ലാം കിണറുകൾ കുഴിച്ചു വെള്ളം കണ്ടു എന്ന് കാണുവാനിടയായി. അപ്പോൾ ഇവിടെ അബ്രഹാമിൻ്റെ ദാസനാകുന്ന എലിയസർ പറയുകയാണ്, ഞാൻ ഇവിടെ വരുന്ന കുട്ടികളിൽ ഏതാണ് നീളമുള്ളവൾ, വണ്ണമുള്ളവൾ, വെളുത്തവൾ എന്ന് നോക്കാതെ പറയുന്നത് എന്താണ്, എനിക്ക് വെള്ളം കുടിക്കാൻ തരാൻ പറയുമ്പോൾ എനിക്കും എൻ്റെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുവാൻ അവൾ തന്നെ പറയുകയാണെങ്കിൽ, ഒട്ടകങ്ങളെന്ന് പറയുന്നത് വളരെ വെള്ളം കുടിക്കുന്നതാണ്. നമ്മുടെ പശുക്കളെക്കാൾ, കാളയേക്കാൾ, എരുമയേക്കാളൊക്കെ വളരെയധികം വെള്ളം കുടിക്കുന്നതാണ്. അതുകൂടാതെ എലിയാസറിൻ്റെ കൂടെ ഒരു കൂട്ടം ഒട്ടകങ്ങളുടെ കൂട്ടം തന്നെയുണ്ട്. അവയ്ക്കെല്ലാം വെള്ളം കോരി കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ തിരഞ്ഞെടുത്തവൾ എന്ന് ഞാൻ വിശ്വസിക്കും. എത്ര കഠിനമായ കാര്യമാണ് എലിയസർ ദൈവം ഭാഗവയ്ക്കുന്നത്. അവൻ ഒരു സെലക്ഷനും നടത്താതെ, നാം പലപ്പോഴും അവിടെയും ഇവിടെയും പോയി ഓരോ സെലക്ഷനൊക്കെ നടത്തിയിട്ട് പിന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇവിടെ ഇരിക്കുന്നു. ഞാൻ മിലിറ്ററിയിലിരിക്കുമ്പോൾ എനിക്ക് വിവാഹത്തിൻ്റെ പല ആലോചനകൾ വന്നു. 7 ആലോചന വന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് ആ കാര്യം പ്രാർത്ഥിച്ചു. 3 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ 3-ാമത്തെ ദിവസം ഭാര്യയുടെ പേര് എഴുതിയിരുന്നു. അത് ദൈവം തിക്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവിടെയുള്ള കർത്താവിൻ്റെ ദാസൻ, ചർച്ചകളുള്ള കർത്താവിൻ്റെ ദാസൻ ആണ് ആലോചന കൊണ്ടുവന്നത്. നമുക്ക് അവിടെ ചെന്ന് കാണാം. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. യാത്ര ചെയ്തിട്ട് ആ കർത്താവിൻ്റെ ദാസൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ ഭാര്യയോട് വെറും 1.5 മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ സംസാരിച്ചതാണ്, ഞാനിപ്പോൾ മിലിറ്ററിയിലാണ്, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട്. കർത്താവിനെ വേലയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ആഗ്രഹത്തോടിരിക്കുകയാണ്. അതിന് സഹോദരി ഒരുക്കമാണോ? ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. സഹോദരി, എൻ്റെ ഭാര്യ അന്നേരം പറഞ്ഞു, ഞാനും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കും, ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭവനത്തിൽ മടങ്ങി വന്നിട്ട് പറഞ്ഞു, അപ്പച്ചനോടും അമ്മച്ചോടും, നിങ്ങളിനി ആരും കാണാൻ പോകണ്ട, ദൈവത്താൽ നിയമിക്കപ്പെട്ട വ്യക്തി അത് തന്നെയാണ് എന്ന് പറയുവാനിടയായി. അങ്ങനെ തക്ക സമയത്ത് പ്രിയ സഹോദരിയുമായി വിവാഹം കഴിക്കുവാൻ കർത്താവ് കൃപ നൽകി. എനിക്കൊരു മകനുണ്ട്. അവനൊരു ഭാര്യയെ വേണമായിരുന്നു. അതും ഇതുപോലെ കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു. ഒരേ ഒരു പ്രപ്പോസൽ, ഒന്നേ ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറഞ്ഞത്, അവൾക്ക് കണ്ടാൽ മകനെക്കാട്ടി കുറച്ച് നീളക്കുറവുണ്ട്, എങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് അവർ രണ്ടുപേരും ഒന്നിച്ച് തോളോട് തോൾ ചേർന്ന് കർത്താവിൻ്റെ വേല ഇന്ത്യയിലും വെളിരാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതുപോലെ എൻ്റെ മകളുടെ കാര്യത്തിലും വിവാഹത്തിൻ്റെ അതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ വിവാഹ കാര്യത്തിൽ എനിക്ക് നല്ല മനസ്സാക്ഷിയോട് പറയുവാൻ കഴിയും, ദൈവത്താൽ മാത്രം, ഞങ്ങളുടെ കൈകൾ അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കാതെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് ആ വിവാഹത്തിൻ്റെ മധ്യത്തിൽ വരുന്ന പ്രയാസങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് ദൈവം മാത്രമാണ്. എന്നാൽ ഈ കാലത്ത് ദൈവമക്കളാകുന്നവർ പണത്തെ നോക്കിയും സൗന്ദര്യത്തെ നോക്കിയും പഠിത്തത്തെ നോക്കിയും കുടുംബത്തെ നോക്കിയുമൊക്കെ വിവാഹത്തിന് വേണ്ടി പോയിട്ട് വിവാഹമൊക്കെ ഭംഗിയായി നടന്നു, വളരെ രൂപയെല്ലാം കൊടുത്തു, ഒടുവിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പഴി ദൈവത്തോട്, ദൈവം എന്തുകൊണ്ടാണ് നീ വിവാഹം നടത്താതിരുന്നത്?
അവരിങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്താ പെട്ടെന്ന് ആ വിവാഹം ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ദൈവം എന്താ വിവാഹം നടത്തിക്കാതിരുന്നത്? പ്രിയമുള്ളവരെ, ദൈവം നടത്തിക്കാതിരിക്കുന്നവനല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈ ഇടുന്നവനല്ല ദൈവം. നിങ്ങൾ ദൈവത്തോട് നിർബന്ധിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടായെന്ന് വന്നേക്കാം. നിങ്ങളുടെ വിവാഹത്തിന്, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം തീരുമാനം നിങ്ങൾ തീരുമാനിച്ചതാണ്. ദൈവത്തിൻ്റെ കൂട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ പേര് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേര് അതിനകത്ത് അങ്ങിട്ടു എന്നല്ലാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ അനേക ആയിരങ്ങൾ, ഹിന്ദുക്കളിൽ നിന്ന് വന്ന അനേക ആയിരങ്ങൾക്ക് വിവാഹം നടക്കാത്തവരുണ്ട്. അനേക ആയിരങ്ങൾ, നൂറുകണക്കിനല്ല. കർത്താവ് ആയിരക്കണക്കിനായ ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ഹിന്ദുക്കളിൽ നിന്നും, സിഖുകാരിൽ നിന്നും, മുസ്ലിങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക്, പഠിപ്പുള്ളവർക്ക് തക്കതായ ജോഡി കിട്ടാത്തതുകൊണ്ട് പല പ്രയാസങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെൻ്റെ അടുക്കലാണ് അവരെ കൊണ്ടുവരുന്നത്, യുവതികളെയും യുവാക്കന്മാരെയും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തിലുള്ളതായ ദൈവജനമേ, പണവും സൗന്ദര്യവും മറ്റും നോക്കിപ്പോയാൽ ഒടുവിൽ നിങ്ങൾക്കതിൻ്റെ കൂടെ ദുഃഖവും പ്രയാസവും, നിങ്ങൾ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കും നോക്കുന്നത്. ഇവിടെ എലിയാസർ പറയുന്നത് എന്താണ്? ആര് വരുന്നു, ആ പെൺകുട്ടിയുടെ നീളമോ കറുപ്പോ ഒന്നും നോക്കുകയില്ല. കർത്താവേ, ഞാൻ അവളോട് പറയും, അവൾ എനിക്ക് വെള്ളം കോരിത്തരണം, കുടിക്കാൻ തരണം, അവിടെ വായിൽ നിന്ന് തന്നെ വരണം, നിനക്കും നിൻ്റെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ ഒരടയാളമാണ് എലിയാസർ ദൈവമുൻപിൽ വെച്ചത്. അപ്പോൾ ആദ്യമേ ഈ കാര്യം അബ്രഹാം ദൈവത്തിൻ്റെ മുൻപിൽ വെച്ചു, ദൈവത്തിൻ്റെ കരങ്ങൾ ചലിക്കുവാൻ തുടങ്ങി. രണ്ടാമത് എലിയാസർ ആ കാര്യം ദൈവം മുൻപിൽ വെച്ചപ്പോൾ ദൈവം തൻ്റെ കാര്യം നടത്തുവാനിടയായി. അതിന് 24:15 മുതൽ 20 വരെ വായിച്ചാട്ട്. 24:15 മുതൽ 20 വരെ വായിച്ചാട്ട്. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെതുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്ന്, നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. യജമാനനെ കുടിക്ക അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം, നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാമെന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു. പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവന്റെ ഒട്ടകങ്ങൾക്കുമെല്ലാം കോരിക്കൊടുത്തു. ഇവിടെ നാം വായിക്കുന്നത്, യഹോവയായ ദൈവത്തോട് അബ്രഹാം ഈ കാര്യം ആദ്യമേ പരമേൽപ്പിച്ചു. അതിനുശേഷം തൻ്റെ ദാസനായ എലിയാസാറും ഈ കഠിനമായ കാര്യം ദൈവത്തിൽ പരമേൽപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ തുടങ്ങി. തക്കതായ കന്യകയെ, പുരുഷൻ തൊടാത്ത കന്യകയെ, സൗന്ദര്യവതിയായ കന്യകയെ ഇതാ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എലിയാസർ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ തരാൻ പറഞ്ഞപ്പോൾ അവൾ അവന് കുടിക്കാൻ കൊടുത്തു. അധ്വാനിക്കുന്ന പെൺകുട്ടിയായിരുന്നതുകൊണ്ട് തൻ്റെ ഒട്ടകങ്ങൾക്കും, കുറച്ചല്ല 10 ഒട്ടകങ്ങൾക്കും തിറച്ചു വെള്ളം കോരി കൊടുക്കുവാൻ ഇടയായി. അങ്ങനെ അവർ ആ കാര്യം ദൈവസന്നിധിയിൽ അവന് മനസ്സിലായി. ഇനിയും അതിൻ്റെ 32-33 വാക്യം വായിച്ചാട്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് അധികം വിവരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി ചില വചനങ്ങൾ വായിക്കുന്നു എന്നേ ഉള്ളൂ. 24-ാം അധ്യായത്തിൻ്റെ 32-33, ചാപ്റ്റർ 24 വേഴ്സ് 32 and 33. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു. അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവനോട് കൂടെയുള്ളവർക്ക് കാലുകളെ കഴുവാൻ വെള്ളവും കൊടുത്തു. അവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു. ഞാൻ വന്ന കാര്യം അറിയിക്കും മുമ്പേ ഭക്ഷണം കഴിക്കയില്ലെന്ന് അവൻ പറഞ്ഞു. പറക എന്ന് അവനും പറഞ്ഞു. അപ്പോൾ തന്റെ കാര്യം സാധിപ്പിച്ചപ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുപോയി ഒട്ടകങ്ങൾക്കെല്ലാം ആഹാരം കൊടുത്തു. അവൻ്റെ കൂടെ വന്നവർക്കും കൊടുത്തു. ഒടുവിൽ എലിയാസാറിൻ്റെ മുൻപിലും ആഹാരം വെച്ചു. അപ്പോൾ എലിയാസാർ പറയുന്നത് എന്താണ്? എന്നെ അയച്ച കാര്യത്തിൻ്റെ തീരുമാനമായതിനു ശേഷം മാത്രമേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ. എൻ്റെ വെൽഫെയർ അല്ല, എൻ്റെ കാര്യമല്ല നടക്കേണ്ടത്.
ഇന്ന് പലപ്പോഴും ദൈവമക്കളാകുന്നവർക്ക്, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്ക് ആദ്യമേ അവരുടെ കാര്യം നടക്കണമെന്നൊരു ചിന്തയുണ്ട്. എന്നാൽ ദൈവത്താൽ നിയോഗം ലഭിച്ചവർക്ക് ആ നിയോഗമാണ് അവരുടെ മുൻപിൽ. നമ്മുടെ കർത്താവ് പറയുന്നു, എൻ്റെ ആഹാരം എന്നെ അയച്ചവൻ്റെ വേല ചെയ്തു തീർക്കുന്ന എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസിമാരെ ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത്, എപ്പോഴും കർത്താവിൻ്റെ വേല നമ്മുടെ മുൻപിൽ നിൽക്കട്ടെ. നമ്മുടെ കുടുംബകാര്യങ്ങളോ നമ്മുടെ ഭാര്യയുടെയോ മക്കളുടെ കാര്യങ്ങളോ എല്ലാം രണ്ടാമത്. ഇവിടെ പകൽ മുഴുവനും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നു, പെൺകുട്ടിയെ കിട്ടി, എന്നാൽ ഇത് കാര്യമൊന്ന് തീർക്കണം, ഇതിൻ്റെ ശരിയായ ഒത്തുതീർപ്പിൽ വന്നു ചേരണം എന്ന് അതിനുശേഷമേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ. അതുപോലെ നാം കർത്താവിൻ്റെ വേലയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം ദിവസം മുതൽ. ഇന്ന് പലപ്പോഴും കർത്താവിൻ്റെ ദാസന്മാരും കർത്താവിൻ്റെ ദാസിമാരും അല്പം ഉദാസീനത കാണിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഉദാസീനതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഈ ഒടുവിലത്തെ കാലം തീരാറായിരിക്കുമ്പോൾ നാം പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടെ എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇവിടെ എലിയാസർ പറയുന്നത്, എന്നെ അയച്ചവൻ്റെ ഈ കാര്യം, എന്നെ അയച്ചവൻ്റെ ഈ ഉദ്ദേശം ഒന്ന് നിവൃത്തിയാകട്ടെ, അതിനുശേഷമാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് വെച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അതിനുശേഷം താൻ അവിടുന്ന് ആഹാരം കഴിച്ചതായിട്ട് നാം വായിക്കുന്നു. ഇനി അതിൻ്റെ 54 മുതൽ 56 വരെ വായിച്ചാണ്. 24 chapter 24 55 to 56. ജെനീസിസ് 24 54 to 56. 24-ാം അധ്യായത്തിന്റെ 54 മുതൽ 56 വരെ വായിച്ചാൽ. അവനും കൂടെയുള്ളവരും ഭക്ഷണം ഭക്ഷിച്ച് പാനം ചെയ്ത് പാർത്തു. രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ, എന്റെ യജമാനന്റെ അടുക്കൽ എന്നെ അയക്കണമെന്ന് പറഞ്ഞു. അതിനു അവളുടെ സഹോദരനും അമ്മയും, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എന്റെ യാത്ര സഫലമായിരിക്കുന്നുവല്ലോ, യജമാനന്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലയെ വിളിച്ച് അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. ഇവിടെ കാര്യങ്ങളെല്ലാം രാത്രിയിലെല്ലാം എഗ്രിമെന്റ് എല്ലാം ശരിയായി. അപ്പോൾ രാവിലെ എലിയാസർ എഴുന്നേറ്റ് പോകുവാനായി തുടങ്ങിയപ്പോൾ അവർ പറയുകയാണ്, ഒരു 10 ദിവസമെങ്കിലും ഇവിടെ ഒന്ന് താമസിച്ചിട്ട് പോയാൽ മതി. കഴിഞ്ഞ രാത്രിയിലാണ് വന്നത്. രാത്രിയിൽ വന്നപ്പോൾ ഒരു 10 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചൊന്ന് വിശ്രമിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഉത്തരവാദിത്തമുള്ള എലിയാസർ പറഞ്ഞത് എന്താണ്? ഇല്ല, എനിക്ക് പോയേ മതിയാകുകയുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ചവർ അവരെ ഏൽപ്പിച്ച കാര്യത്തിൽ അല്പം പോലും ഉദാസീനത കാണിക്കുന്നവരല്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവം തരുന്നതായ ഓരോ കാര്യങ്ങളും അത്ര ത്വരിതമായി ചെയ്യുന്നവരായിരിക്കണം. 10 ദിവസം താമസിച്ച് പോയാൽ മതിയായിരുന്നു. എന്നാൽ എലിയാസർ സമ്മതിച്ചില്ല. അപ്പോൾ എന്നാൽ ഈ ബാലയോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ആ കാര്യം ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ രാത്രിയിൽ മാത്രമാണ് എലിയാസർ വന്നത്. റിബേക്ക ഒരു വേണ്ടാത്ത ജോലിയൊന്നും ചെയ്യാത്ത പെൺകുട്ടിയല്ലായിരുന്നു. അവൾ എലിയാസറിനും അവരുടെ ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുത്തോളെങ്കിൽ അവളുടെ വീട്ടിൽ എത്രമാത്രം ജോലി ചെയ്യുന്നവളായിരുന്നിരിക്കണം. അതുകൂടാതെ താൻ സ്നേഹിക്കുന്ന തൻ്റെ അപ്പനും തൻ്റെ അമ്മയും തൻ്റെ പ്രിയ സഹോദരനുമായ ലാബാനും അവിടെയുണ്ട്. ഒരു രാത്രിയെ ഈ മനുഷ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു പരിചയവുമില്ല. വേറൊരു ദൂരദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എന്നാൽ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ പോകുന്നു എന്നാണ്. റിബേക്കയ്ക്ക് മനസ്സിലായി, അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്നുള്ള വിളി എനിക്ക് വന്നിരിക്കുകയാണ്. ഈ വിളി ഞാനിപ്പോൾ സ്വീകരിച്ചില്ല എങ്കിൽ എലിയാസർ അടുത്തെവിടേക്കെങ്കിലും പോയി പോകും.
അവൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അവസരം നഷ്ടപ്പെടും. അനേകർ ദൈവത്തിൻ്റെ വിളി ലഭിച്ച ശേഷം അതിനുവേണ്ടി വാതിൽ തുറക്കാതിരുന്നതിനാൽ ദൈവത്തിൻ്റെ വിളി അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളവർ ക്രമേണ പിന്നെ ഹൃദയം കഠിനമാകാൻ തുടങ്ങും. ദൈവത്തോടുള്ള ആഗ്രഹം, വചനം പഠിക്കുവാനുള്ള ആഗ്രഹം കുറേശ്ശെ കുറഞ്ഞ് കഠിനരായി തീരും. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും തങ്ങളുടെ ഹൃദയം തുറന്ന് അവനെ വിളിക്കുകയാണ്, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും മേൽ കൈ കടത്തുന്നവനല്ല നമ്മുടെ ദൈവം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനാണ് ദൈവം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വാതന്ത്ര്യത്തിൽ ഇടപെടും. മക്കളും അപ്പന്മാരും തമ്മിൽ സ്വാതന്ത്ര്യത്തിൽ ഇടപെടും. രാഷ്ട്രീയ നേതാക്കൾ, ഗവൺമെൻറ്റുകൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടും. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ അല്പം പോലും കൈ കടത്താത്തവൻ എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ആ ബാലയോട് ചോദിച്ചു, നീ പോകുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ അപ്പനും അമ്മയും തൻ്റെ സ്നേഹമുള്ള അപ്പനോട് ചോദിക്കുക, പപ്പ ഞാൻ പോകട്ടെ, മമ്മി ഞാൻ പോകട്ടെ, ദാബാൻ സഹോദരൻ്റെ അച്ചാച്ചാ ഞാൻ പോകട്ടെ എന്ന് ചോദിക്കാതെ, വിളി എനിക്ക് വന്നിരിക്കുന്നു, അബ്രഹാമിൻ്റെ ഭവനത്തിലേക്കുള്ള വിളി എനിക്ക് വന്നിരിക്കുന്നു, ഞാൻ പോകും എന്നവൾ പറയുന്നു. 45-ാം സങ്കീർത്തനത്തിൻ്റെ 10-11 വായിച്ചാട്ടെ. Psalm 45 verse 10 and 11. 45-ാം സങ്കീർത്തനത്തിൻ്റെ 10-11. അല്ലയോ കുമാരി കേൾക്ക, നോക്ക, ചെവി ചായ്ക്ക. അല്ലയോ കുമാരി കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. കോതമംഗലത്തുള്ള ദൈവജനമേ, ദൈവ ശബ്ദം കേട്ട ശേഷം തങ്ങളുടെ കുടുംബക്കാരെ നോക്കിക്കൊണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്നാരെല്ലാം ഉണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാരുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബത്തിൽ മെത്രാച്ചന്മാരുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സ്നാനമേറ്റാൽ കുടുംബത്തിനത് അതിന് വളരെ മോശമായി പോകുമല്ലോ എന്ന് ചിന്തിച്ച് ദൈവത്തെ പിൻപറ്റുന്നതിൽ തടസ്സം കാണിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഉണ്ടായെന്ന് വന്നേക്കാം. എനിക്കറിഞ്ഞുകൂടാ ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് അങ്ങനെ സംസാരിക്കുവാൻ കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, തങ്ങളുടെ കുടുംബ പാരമ്പര്യങ്ങളെ നോക്കി, പാരമ്പര്യങ്ങളെ നോക്കി ഈ സമയത്ത് എൻ്റെ വല്യമ്മച്ചിയുടെ സാക്ഷ്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മച്ചിയുടെ അമ്മ സ്നാനപ്പെടുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് 2.5 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ വലിയൊരു ആളായിരുന്നു. രാജാവിൻ്റെ നിന്ന് നേരിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്ത് രാജാവിൽ നിന്നും ആന ഒക്കെ അവർ ഗിഫ്റ്റായിട്ട് കൊടുത്ത് അങ്ങനെ ആദരിച്ച ഒരു അദ്ദേഹമായിരുന്നു. അവർ ഒരുപാട് വലിയ വീടും വലിയ സൗകര്യവും ഒത്തിരി വേലക്കാരുമായിട്ട് വലിയ ആർഭാടമായി ജീവിക്കുകയായിരുന്നു. എൻ്റെ വലിയപ്പച്ചൻ, എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ, എൻ്റെ വലിയപ്പച്ചനെ അന്ന് സിലോണിൽ ടീച്ചറായിട്ട്, ട്രാവൻകൂർ മഹാരാജാവ് അങ്ങനെ കൊടുത്ത് ടീച്ചറായിട്ട് അവിടെ പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ, നല്ല ഉയർന്ന നിലയിൽ രാജാക്കൾക്ക് എല്ലാവർക്കും നല്ല മാനം ആയിട്ട് അങ്ങനെ പോയിരുന്നൊരു കുടുംബത്തിലായിരുന്നു. എൻ്റെ വലിയമ്മച്ചി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടപ്പോൾ ആ സ്നാനപ്പെട്ട ഉപദേശിയെ എൻ്റെ വലിയമ്മച്ചിയുടെ അപ്പച്ചൻ ഇടിച്ചിട്ട് അദ്ദേഹം 5-ാമത്തെ ദിവസം മരിച്ചുപോയി. അന്ന് പോലീസിൻ്റെ ഒന്നുമില്ല, അദ്ദേഹത്തെ എവിടെയോ കുഴിച്ചിട്ടു. അന്ന് അവർ തന്നെയാണ് എല്ലാം, പോലീസിനേക്കാളൊക്കെ വലിയ അവർ തന്നെയാണ്. എൻ്റെ വല്യമ്മച്ചിയുടെ 3 വിരൽ ഒടിച്ചു. വലതുകൈയുടെ 3 വിരലും ഇടതുകൈയുടെ 1 വിരൽ ഒടിച്ചിട്ട് ഒരുപാട് ഒടിച്ചിട്ട് വലിയ വീടാണ്, ആ വീട്ടിലിടാതെ തേങ്ങ പിരിച്ച് ഇടുന്ന ആ തേങ്ങാക്കൂട്ടിലിട്ടു. വേലക്കാരോട് പറഞ്ഞു വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം വലിയമ്മച്ചിയുടെ അപ്പച്ചൻ വലിയ ആളാണ്. അദ്ദേഹം പല കാര്യങ്ങളിൽ പൊളിറ്റിക്കൽ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യത്തിൽ അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ല. വലിയമ്മച്ചി മൂത്ത മകളാണ്, വേറെ 6-7 മക്കളുമുണ്ട്. 14-ാം ദിവസം വേലക്കാർ നോക്കിയപ്പോൾ ജനലിൽ കൂടെ വല്ലാത്ത നാറ്റം വരുന്നു. അവർ കതക് തുറന്ന് നോക്കിയപ്പോൾ വല്യമ്മച്ചിക്ക് അല്പം
പ്രാണൻ മാത്രമുണ്ട്. പിന്നെ അവരെ രഹസ്യമായ ഒരു മുറിയിൽ വെച്ച് ശുശ്രൂഷിച്ച് 1 മാസത്തിനുള്ളിൽ അമ്മച്ചിക്ക് ആരോഗ്യമായിട്ട് വീണ്ടും അപ്പച്ചൻ്റെ അടുക്കൽ വന്നു. വല്യമ്മച്ചിയുടെ അപ്പച്ചൻ്റെ അടുക്കൽ വന്നു. ഉടനെ കണ്ടു, നീ ഇതുവരെ ചത്തുപോയില്ലയോ, ഇതാണെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നീ യേശുവിനെ തള്ളിപ്പ്, നീ സ്നാനപ്പെട്ട തെറ്റായി എന്ന് പറയുക, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ ഇനി ഇരുത്തുകയെന്ന് പറഞ്ഞു. ഉടനെ അമ്മച്ചി പറഞ്ഞു, ഞാൻ ഒരു കാലത്തും സ്നാനപ്പെട്ട തെറ്റായെന്ന് പറയുകയില്ല. അപ്പോഴേക്ക് കേബിളിൽ കൂടെ സന്ദേശം കൊടുത്ത് എൻ്റെ വല്യപ്പച്ചനും വന്നപ്പോൾ വല്യമ്മച്ചിയുടെ അപ്പച്ചനും വന്നു. എൻ്റെ വല്യപ്പച്ചനും കൂടെ വന്നപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് 2.5 വയസ്സേ ഉള്ളൂ. അമ്മച്ചിയുടെ കഴുത്തിൽ കൊടുത്തിട്ട് കഴുത്തേലൊരു ബോർഡിൽ എഴുതിയിട്ടു, ഈ കുഞ്ഞ് ഞങ്ങളുടേതല്ല, ഇവൾ ഉപദേശിമാരുടെ കൂടെ പോയി അങ്ങനെ ഉണ്ടായതാണ്, ഇവരെ ഒരു വീട്ടിലും കയറ്റരുതെന്ന് പറഞ്ഞ് ചെണ്ട കൊട്ടി 6 മൈൽ ദൂരെ കൊണ്ടുവിട്ടു. അപ്പം 3 വിരൽ ഒടിഞ്ഞതാണ്, വലതുകൈയുടെ 3 വിരൽ ഒടിഞ്ഞാണ്, ഇടതുകൈയുടെ 2 വിരൽ ഒടിഞ്ഞതാണ്. അന്ന് ഒരു വീട്ടിൽ വേല ചെയ്താൽ ആഹാരം കിട്ടിയില്ല. പല വീടുകളിൽ പാത്രങ്ങൾ കഴുകി എൻ്റെ അമ്മച്ചിയും അമ്മയും കൂടെ അങ്ങനെ ജീവിതം കഴിച്ചു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയുടെ അപ്പച്ചൻ ആനപ്പുറത്ത് വരികയായിരുന്നു. അവർക്ക് സ്വന്തമായിട്ടുള്ള ആനയും രാജാവ് കൊടുത്തു ആനയും 4-5 ആനയുണ്ടായിരുന്നു. ആനയിൽ കൂടെ വരികയായിരുന്നു. അപ്പോൾ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആനപ്പുറത്തിരുന്ന് വരിക്കാൻ പ്രയാസമായി. അപ്പോൾ ഇറങ്ങി, അപ്പോൾ നടക്കുവാൻ തുടങ്ങി. അപ്പോൾ സന്ധ്യയായപ്പോൾ പോകാൻ, അന്ന് ടോർച്ചൊന്നുമുള്ള കാലമല്ല, ഇലക്ട്രിക് ലൈറ്റൊന്നുമുള്ള കാലമല്ല, ടോർച്ചൊന്നുമുള്ള കാലമല്ല, ചൂട്ട്, ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് ചൂട്ടുണ്ടാക്കും. അപ്പോൾ ഒരു വീട്ടിൽ കതക് തട്ടി ചോദിച്ചു, ഇവിടെ ചൂട്ടുണ്ടോ? ആ വീട്ടിൽ എൻ്റെ വല്യമ്മച്ചി വീട്ടുവേലക്കാരിയായിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം താഴമെല്ലാം കൊടുത്തിട്ട് പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അമ്മച്ചിക്ക് മനസ്സിലായി ഇതെൻ്റെ അപ്പച്ചനാണെന്ന്. ചൂട്ട് കൊടുത്തു. അപ്പോൾ ചോദിച്ചു, വിശക്കുന്നുമല്ല, ആഹാരമുണ്ടോ? അപ്പോൾ തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആഹാരം, വെച്ചിരുന്ന പാത്രത്തിൻ്റെ എടുത്തിരുന്ന ആഹാരം വല്യപ്പച്ചന് കൊടുത്തു. അദ്ദേഹം ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടുടനെ പോയപ്പോൾ ചോദിച്ചു, ചൂട്ട് മതിയോ എന്ന് ചോദിച്ചു. ഉടനെ ശബ്ദം കേട്ടപ്പോൾ, നീ എൻ്റെ മകളാണോ? അതെ അപ്പച്ച, ഞാൻ മകളാണ്. ഞാൻ നിന്നെ അടിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി 2 വർഷമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് 4.5 വയസ്സായി. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ കുടിച്ചിട്ടുണ്ട്, കുറച്ചു നേരം എടുക്കും, പിന്നെ നിർത്തും, പിന്നെ നടത്തും, പിന്നെ എടുക്കും. അങ്ങനെ എടുത്തു വന്നു. 11ാമത്തെ ദിവസം 22 പേർ ഒന്നിച്ച് സ്നാനപ്പെടുവാനിടയായി. കർത്താവിന് സ്തോത്രം. അപ്പോൾ എൻ്റെ വല്യമ്മച്ചി കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. തങ്ങളുടെ കുടുംബത്തിന് പേര് മോശമെന്ന് വന്ന് അടി കൊണ്ട് തേങ്ങാക്കൂട്ടിനകത്ത് കിടക്കേണ്ടി വന്നു. ഹല്ലേലൂയ. എങ്കിലും അറിഞ്ഞ സത്യത്തിന് നിന്നതിനാൽ 2 വർഷം വെറുതെ വീട്ടുവേലക്കാരുടെ വീട്ടുവേല ചെയ്യേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ 22 പേര് ഉപദ്രവിച്ച ആ അപ്പച്ചനും വല്യപ്പച്ചനും എല്ലാവരും കൂടെ ഒന്നിച്ച് സ്നാനമേൽക്കുവാൻ കർത്താവ് കൃപ നൽകി. ഞാനിത് പറഞ്ഞത്, പലരും തങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ നരകത്തിൽ പോകും. ഒരു പക്ഷേ നിങ്ങൾ സ്നാനപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അച്ഛനും സ്നാനപ്പെട്ടെന്ന് വന്നേക്കാം, നിങ്ങളുടെ കുടുംബത്തിലുള്ള മെത്രാച്ചനും സ്നാനപ്പെട്ടു എന്ന് വന്നേക്കാം. ആകയാൽ ദൈവത്തോടുള്ള സമ്പർക്കത്തിലാണ് നിങ്ങൾ പോകുന്നത്, ദൈവത്തോടുള്ള സമ്പർക്കത്തിൽ. അതുകൊണ്ടാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. ഇപ്പോൾ നിങ്ങൾ സ്വജനത്തെയും പിതൃഭവനത്തെയും നോക്കിക്കൊണ്ട് നിങ്ങൾ സ്നാനപ്പെടാതെ ദൈവത്തിൻ്റെ പിൻപാതെ പോകാതെ ഇരുന്നാൽ നിങ്ങൾ മരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളെ കൊണ്ടടക്കും. അവർ ഇത് പറയുകയില്ല, എൻ്റെ പ്രിയ സഹോദരൻ ഞങ്ങളോട് ചേർന്ന് സ്നാനപ്പെടാതെ നിന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇവൻ്റെ കൂടെ മരിച്ചു കളയാമെന്ന് പറയുകയില്ല. മരണം വന്ന് നിങ്ങളെ വേർപെടുത്തും. എന്നാൽ അതിനു മുൻപേ ഇന്ന് രാത്രി വീണ്ടും സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, നിന്റെ സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ഓർക്കും. ആകയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവർ, ഇതിനു മുൻപായി അനേക ദൈവദാസന്മാരിൽ കൂടെ വചനം കേട്ട പ്രിയപ്പെട്ടവർ, സത്യമറിഞ്ഞ പ്രിയപ്പെട്ടവർ, സത്യത്തിനിറങ്ങാതെ അല്പമെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി
ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തീരുമാന രാത്രിയായി തീരട്ടെ. ഞാനിതാ എൻ്റെ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നു. ഇപ്പോൾ നാം വായിക്കുന്നത് ഇതാ ഇസ്ഹാക്കിൻ്റെ കൂടെ റിബേക്ക പോകുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ 24:61 വാക്യം വായിച്ചാട്ട്. 24 ഉൽപ്പത്തി പുസ്തകം 24:61, ജെനീസസ് ചാപ്റ്റർ 24 വേഴ്സ് 61 വായിച്ചാട്ട്. ഉൽപ്പത്തി പുസ്തകം 24:61, ജെനീസസ് 24:61. പിന്നെ റിബേക്കയും അവളുടെ ദാസിമാരും എഴുന്നേറ്റ് ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ നാം വായിക്കുന്നത് റിബേക്കായ്ക്ക് അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് വിളി കിട്ടിയപ്പോൾ റിബേക്ക അങ്ങ് ഇറങ്ങി ഓടുകയല്ല, ഞാനിനി അങ്ങ് പോയേക്കാമെന്നല്ല. അവൾ ആ ദാസനോടുകൂടെ ഒട്ടകപ്പുറത്ത് കയറി ആ പുരുഷനോടുകൂടെ പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ റിബേക്കായ്ക്ക് വഴി അറിയത്തില്ല. അബ്രഹാമിന്റെ വീട്ടിലേക്കുള്ള വഴി റിബേക്കായ്ക്ക് അറിഞ്ഞുകൂടാ. അതിനുവേണ്ടി അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് വന്ന എലിയാസാറിനോട് കൂടെ ഇതാ റിബേക്ക യാത്ര ചെയ്യുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ആ യാത്ര ചെയ്യുന്നതിന് മുൻപേ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24:53 ഒന്ന് വായിച്ചാട്ട്. അവൾ യാത്രയാകുമ്പോൾ എങ്ങനെയാണ് അവൾ യാത്രയാകുന്നത്? 24:53, ജെനീസസ് 24:53. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കളും കൊടുത്തു. അപ്പോൾ അവിടെ തീരുമാനമായി കഴിഞ്ഞപ്പോൾ ദാസൻ റിബേക്കയ്ക്ക് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും കൊടുത്തു. ഈ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിലർ മനസ്സിലാകാതെ കുഴങ്ങാറുണ്ട്. അബ്രഹാം പിതാവായ ദൈവത്തെ കാണിക്കുന്നു, ഇസ്ഹാക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു, അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് വന്നതായ എലിയസർ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, റിബേക്ക തൻ്റെ സഭയാകുന്ന മണവാട്ടിയാകുന്ന എന്നെയും നിങ്ങളെയും കാണിക്കുന്നു. അപ്പോൾ അബ്രഹാമിന് ആത്മീയ അർത്ഥമുണ്ട്, ഇസ്ഹാക്കിന് ആത്മീയ അർത്ഥമുണ്ട്, എലിയസറിന് ആത്മീയ അർത്ഥമുണ്ട്, ഇസ്ഹാക്കിനും ആത്മീയ അർത്ഥമുള്ളതുപോലെ വെള്ളിയാഭരണങ്ങൾക്കും പൊന്നാഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ആത്മീയ അർത്ഥമുണ്ട്. എന്താണ് വെള്ളിയാഭരണം എന്ന് നമുക്ക് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെ വായിച്ചാട്ടെ. എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 12 to 15. എക്സോഡസ് ചാപ്റ്റർ 30 വേഴ്സ് 12 to 15. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 12 മുതൽ 15 വരെ വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. താന്താങ്ങളുടെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. 1/2 ശേക്കൽ കൊടുക്കണം. 1/2 ശേക്കൽ അന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ശേക്കൽ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല, വെള്ളിയാണ്. 1/2 ശേക്കൽ വെള്ളി കൊടുക്കണം. ശേക്കൽ എന്നത് 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതിയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കൽ അധികം കൊടുക്കരുത്. ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്. ദരിദ്രം കുറച്ചു കൊടുക്കുകയും അരുത്. വീണ്ടെടുപ്പ് വേല കൊടുക്കുമ്പോൾ അതിൽ ധനവാനെന്നോ ദരിദ്രനോ എന്നില്ല, എല്ലാവർക്കും തുല്യമാണ്. ധനവാൻ 1/2 ശേക്കൽ വെള്ളിയിൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ 1/2 ശേക്കലിൽ കുറവ് കൊടുക്കരുത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ധനവാന് കൂടുതലോ പഠിപ്പുള്ളവന് കൂടുതലോ പഠിപ്പുള്ളവർ കുറവോ ഇല്ല. അതാണ് നമ്മളെല്ലാം ഒരു ശരീരത്തിന്റെ അംഗങ്ങൾ. ഹല്ലേലൂയ. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, ഒരപ്പന്റെ മക്കൾ. ഇതിൽ ഉയർന്ന ജാതിയോ താണജാതിയോ പഠിപ്പുള്ളവരോ പഠിപ്പില്ലാത്തവരോ ധനവാന്മാരോ ദരിദ്രോ ഇല്ല. എല്ലാവരും 1/2 ശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വില കൊടുക്കണം. ഈ വീണ്ടെടുപ്പ് വിലയെക്കുറിച്ച് 1 പത്രോസ്
1-ാം അധ്യായത്തിന്റെ 18-19 വായിച്ചാട്ട്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-19 വായിച്ചാട്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ 1 Peter chapter 1 verse 18 and 19. 1 Peter chapter 1 verse 18 and 19 വായിച്ചാട്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യമുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അരശേക്കൽ വെള്ളി കൊണ്ടല്ല, ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം. റിബേക്കായിക്ക് വെള്ളിയാഭരണം കൊടുത്തതുപോലെ കർത്താവിന്റെ പിന്നാലെ പോകുന്നവർക്ക് യേശുവിന്റെ രക്തമാകുന്ന വെള്ളിയാഭരണമുണ്ട്. ഞാനൊരു ചെറിയ അനുഭവം നിങ്ങളോട് പറയാം. വടക്കേ ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയാസി എന്ന് പറഞ്ഞ പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയ്ക്കായിപ്പോയി. അവിടെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാനങ്ങനെ മുസ്ലിങ്ങളുടെ കോളനിയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം കോളനിയുടെ വീടിൻ്റെ മുൻപിൽ ഒരു സ്ത്രീയെ കിടത്തുകയും അവിടെ ഒരു 10-70-80 ആളുകൾ കൂടി കരയുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കാൻ നോക്കിയപ്പോൾ അത് 10-28-29 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവിടെ വായിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞു, ഡോക്ടർ പറയുന്നു മരിച്ചു പോകും, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോവാണ്, മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇരുന്ന് ഈ സ്ത്രീക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. മുസ്ലിങ്ങളാണ്, സുവിശേഷം അവരോട് പറഞ്ഞിട്ടില്ല. അവരുടെ മരണത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദന. ഭർത്താവിരുന്ന് കരയുന്നു. ഞാൻ അവരുടെ ഇരുന്ന് തലയിൽ കൈവച്ച് ഒരു 2-3 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ആ രക്തം ഒഴുകുന്നത് നിന്നു. ആ സഹോദരൻ കണ്ണു തുറന്നു എഴുന്നേറ്റിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അവിടെയുള്ളവർ വേറെയുള്ളവർ ചായ ഉണ്ടാക്കി ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു. ആ സ്ത്രീയല്ല ചായ ഉണ്ടാക്കിയത്, വേറുള്ളൊരു ചായ ഉണ്ടാക്കി ആ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ചായ തരാം. ഞാൻ അവിടുന്ന് ചായ കുടിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോന്നു. യേശുവിനെ കുറിച്ചൊന്നും പറയാൻ പോയില്ല, കാരണം ആ സമയം അതല്ലായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഞാൻ അതുവഴി വേറെ ഒരിടത്തോട്ട് പോകാനായിട്ട് ഇങ്ങനെ വഴിയിൽ കൂടെ പോകുമ്പോൾ അടുത്ത് വരുമ്പോൾ കുറച്ച് അവരുടെ വീട്ടിൽ നിന്ന് കുറഞ്ഞ ഒരു 400-500 ഗജം ദൂരത്തിലുണ്ട്. ഉടനെ ആ വീട്ടുടയനായ മുസൽമാൻ ഓടി വന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വരരുത്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരികയല്ല, ഞാൻ വേറൊരിടത്തോട്ട് പോവുകയാണ്. അല്ല, നിങ്ങളെ കൊല്ലാൻ കാശ്മീരിൽ നിന്ന് അവർ 3 മന്ത്രവാദികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 3 മന്ത്രവാദികൾ കറുത്ത കോഴിയെയും കറുത്ത പൂച്ചയെയും മന്ത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ രക്തം ഛർദ്ദിപ്പിക്കാനായി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ വീട് ഈ അവിടെ പട്ടണമായതുകൊണ്ട് പുറത്ത് 2 കൂട്ടരെയും ബന്ധുക്കാരുമാണ്. 2 കൂടെ ഒന്നിച്ചൊരു ഭിത്തിയും, ഇപ്പുറത്ത് ഇവർ താമസിക്കുന്നു, അപ്പുറത്ത് മറ്റുള്ളവർ താമസിക്കുന്നു. അപ്പോൾ അങ്ങേ വീട്ടിലാണ്, അപ്പുറത്താണ്, ഈ ഭിത്തിയുടെ മറ്റേ വശത്താണ് അവർ മന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു, കണ്ടോ നമ്മുടെ മന്ത്രം എത്ര വലിയതാണ്. ഞാൻ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത്. നമ്മുടെ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അവനെ അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവൻ ചത്തു വീഴും എന്ന് പറഞ്ഞു. കാരണം ഈ സ്ത്രീ രക്തം ഛർദ്ദിച്ചുകൊണ്ടിരുന്ന മന്ത്രവാദത്തിൻ്റെ അത് ആ സഹോദരി സൗഖ്യമായപ്പോൾ അവർക്ക് പ്രയാസമായി. അതിനാണ് മന്ത്രവാദിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഈ ഇവിടോട്ട് വന്നിട്ട് ഹല്ലേലൂയ യേശു രക്തം ചെയ്യുന്ന ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു, വലിയ ശബ്ദത്തിലല്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പുറത്തുനിന്ന് വലിയ കരച്ചിൽ കേൾക്കുന്നു, ചത്തുപോമേ ചത്തുപോമേ എന്ന് പറഞ്ഞു. ഒടുവിൽ അവർ ആ 3 മന്ത്രവാദികളെ എടുത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, നിലത്തിട്ടു അവരെ 3 മന്ത്രവാദിയുടെ വായിക്കുന്ന രക്തം ഒഴുകുകയാണ്. 3 മന്ത്രവാദിയുടെ വായിൽ നിന്ന്. അവർക്ക് ബോധം അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ വൃത്തിയായിട്ട കാര്യം ഇനി നിങ്ങൾ ചെയ്യുമോ? അവരിങ്ങനെ നിലത്തിൽ കൊടുന്നുകൊണ്ട് ഇങ്ങനെ തലയടിച്ച്, ഞങ്ങൾ ചെയ്യുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നെ കൊല്ലാൻ ചെയ്ത മന്ത്രം എനിക്ക് ഭവിച്ചില്ല, അവർക്കാണ് ഭവിച്ചത്. കാരണം എൻ്റെ തല മുതൽ പാദം വരെ വെള്ളിയാഭരണമാണ്, യേശുവിൻ്റെ രക്തമാകുന്ന വെള്ളിയാഭരണമാണ്. യഥാർത്ഥ വെള്ളി വേണമെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വെള്ളിയൊക്കെ അങ്ങ് മാറ്റിക്കളയണം. ഡ്യൂപ്ലിക്കേറ്റ് വെള്ളി ഇട്ടുകൊണ്ട് വെള്ളി വേണമെന്ന് പറഞ്ഞാലൊക്കെ യഥാർത്ഥ വെള്ളി യേശുവിൻ്റെ രക്തം. എന്നെ കൊല്ലുവാനായി എത്ര പ്രാവശ്യം എനിക്ക് വിഷം തന്നിട്ടുണ്ട്. നല്ല പാലിനകത്ത് വിഷം തന്നിട്ടുണ്ട് ജമ്മുവിൽ. അതുപോലെ നല്ല പായസം ഉണ്ടാക്കി അതിനകത്ത് വിഷം തന്നിട്ടുണ്ട്. പലരും പറയുന്നുണ്ട്, എത്ര വിഷം കൊടുത്താൽ ഇവൻ ചാകുകയില്ല. കാരണം എന്താണ്? യേശുവിൻ്റെ രക്തമാകുന്ന വെള്ളി. ഞങ്ങളുടെ അവിടെയൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, നടന്നു പോകുമ്പോൾ കാലിൻ്റെ പാദത്തിൻ്റെ
അടയാളം ഉള്ളിടത്തുനിന്ന് മണ്ണെടുത്ത് മന്ത്രം ചെയ്യും, അവർ ഭ്രാന്തരായിത്തീരും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ നടന്നു പോകുന്നത് മണ്ണെടുക്കാൻ കാത്തി. അപ്പം ഞാൻ അവരങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അവിടെ അല്പം നിന്ന് എൻ്റെ കാലിൻ്റെ നല്ല അടയാളം അവർക്ക് കിട്ടിയിട്ട് അവർ മണ്ണെടുത്തോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ പോകുമ്പോൾ പുറകിൽ മണ്ണെടുത്ത് കണ്ടിട്ടുണ്ട്. പ്രിയ ദൈവ ഇതിലെ യാക്കോബിന് ഒരു അവിചാരവും ഭവിക്കുകയില്ല. തനിച്ചു പാർക്കുന്നൊരു ജനം. നിങ്ങൾക്കറിയാം എത്ര മന്ത്രവാദികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കൃപ ചെയ്തു. മന്ത്രവാദികൾ എത്ര പേര് വന്നപ്പോൾ, മുസ്ലിം മന്ത്രവാദികൾ അവരുടെ പുസ്തകങ്ങളും വന്നിട്ട് എന്നെ കൊണ്ട് തീയേരിപ്പിച്ച് കുഴിപ്പിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് ദൈവമക്കൾ മന്ത്രത്തെ കൂടെ ഭയപ്പെടുന്നതാണ്. എന്താണ്? യഥാർത്ഥ വെള്ളിയില്ല. യഥാർത്ഥ വെള്ളി എന്താണ്? യേശുവിൻ്റെ രക്തമാകുന്ന വെള്ളി. റിബേക്ക യാത്ര തിരിക്കുമ്പോൾ വെള്ളിയാഭരണം ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. ആകയാൽ ദൈവ ഇതിലെ നിനക്ക് വെള്ളിയാഭരണമായിട്ടുള്ളത് യേശുവിൻ്റെ രക്തമാകുന്ന വെള്ളിയാഭരണമാണ്. സാത്താനോട് ചോദിച്ചാൽ അത് പറയും, എം ശാമുവേലിൻ്റെ ശരീരത്തിൽ എത്ര വെള്ളിയാഭരണമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മിടുക്ക് കൊണ്ടല്ല, യേശുവിൻ്റെ രക്തത്താൽ എന്നെ മറച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഞാൻ ജീവനോടിരിക്കുന്നത്. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, റിബേക്കയ്ക്ക് കൊടുത്ത വെള്ളിയാഭരണം പോലെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം യേശുവിൻ്റെ രക്തമാകുന്ന വെള്ളി നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വെള്ളി വേണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം, ലോകത്തിൻ്റെ വെള്ളി എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ യേശുവിൻ്റെ രക്തമാകുന്ന വെള്ളി. അതുപോലെ പൊന്നാഭരണം എന്താണ്? 1 പത്രോസ് 1:7 വായിച്ചാട്ട്. 1 പത്രോസ് 1:7 വായിച്ചാട്ട്. പൊന്നാഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. നമ്മുടെ പൊന്നാഭരണം എന്ന് പറയുന്നത് പരിശോധിക്കപ്പെട്ട വിശ്വാസം. ഹല്ലേലൂയ. വെള്ളിയാഭരണം എന്ന് പറയുന്നത് യേശുവിന്റെ രക്തം. പൊന്നാഭരണം എന്ന് പറഞ്ഞാൽ പരിശോധിക്കപ്പെട്ട വിശ്വാസം. ഓരോ പരിശോധനയിലും നിങ്ങൾക്ക് സ്വർണം കിട്ടുകയാണ്, സ്വർണ്ണാഭരണം കിട്ടുകയാണ്. ഈ പരിശോധന വരുന്നത് നിങ്ങളെ ബലഹീനരാക്കുവാനല്ല, നിങ്ങളെ ധനവാന്മാരാക്കുവാനാണ്. ഓരോ പരിശോധനയിലും പൊന്നാഭരണങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. വരുന്ന ഓരോ പരിശോധിക്കപ്പെട്ട വിശ്വാസം. അതുകൊണ്ട് വിശ്വാസം നിങ്ങളുടെ പരിശോധനയിൽ നിന്ന് വരുന്നത് ദൈവം ശിക്ഷിക്കുകയല്ല, നിനക്ക് പൊന്നാഭരണം അണിയിക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. ഞാൻ വളരെ ഭയത്തോടും വിറയലോടും കൂടെ പറയട്ടെ, ദൈവകൃപയാൽ ഞങ്ങൾക്ക് അനേക രോഗങ്ങൾ വന്നിട്ടുണ്ട്, അനേക പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. മരണത്തോളം ഞാൻ പല പ്രാവശ്യമായിട്ടുണ്ട്, എൻ്റെ ഭാര്യയായിട്ടുണ്ട്, മക്കളായിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മഹാകൃപയാൽ കർത്താവ് ഞങ്ങളെ നിർത്തിയതിനാൽ ഇന്ന് വരെ ഡോക്ടർക്ക് 1 രൂപ പോലും കൊടുക്കേണ്ടതായി വന്നില്ല. യേശു മാത്രം ഞങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയ രോഗം വന്നിട്ടും ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളുടെ ബലം കൊണ്ടല്ല, ഞങ്ങൾക്കൊരാഗ്രഹം മാത്രം ഉണ്ടായിരുന്നു, കർത്താവെ നിർത്തണമേ, കാൽവരി ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ പോകുവാൻ അവസരമുണ്ടാകരുത്. ഇന്നുവരെയും കാൽവരി ഹോസ്പിറ്റലിൽ അവിടുത്തെ കാൽവരി ഹോസ്പിറ്റലിൽ ഡോക്ടറുണ്ട്. ആ ഡോക്ടറിൻ്റെ പേരാണ് യേശു. എല്ലാറ്റിൻ്റെയും സ്പെഷ്യലിസ്റ്റാണ് ആ ഡോക്ടർ. അതുപോലെ കാൽവരി ഹോസ്പിറ്റലിൽ ഒരു നേഴ്സുണ്ട്, അതാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം. കാൽവരി ഹോസ്പിറ്റലിലെ മരുന്നാണ് യേശുവിൻ്റെ രക്തം കുടിക്കാനുള്ളത്. അതുപോലെ ടാബ്ലറ്റാണ് യേശുവിൻ്റെ നാമം. ആ കാൽവരി ഹോസ്പിറ്റലിൽ എപ്പോഴും 24 മണിക്കൂറും ഡോക്ടർ ഉണ്ട്, നേഴ്സും ഉണ്ട്. അതുപോലെ ഈ കാൽവരി ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ച് എല്ലായിടത്തുമുണ്ട്. കൃപയാൽ ഞങ്ങളുടെ വീട്ടിലും കാൽവരി ഹോസ്പിറ്റലിൻ്റെ ബ്രാഞ്ചുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴും ആ കാൽവരി ഹോസ്പിറ്റലിൽ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഡോക്ടറും ഞങ്ങളുടെ നേഴ്സും ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് സ്റ്റോക്കുണ്ട്. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസം. ഞാൻ പറയുന്നത് ഞങ്ങളുടെ മിടുക്കുകൊണ്ട് ഞങ്ങൾ നിന്നതല്ല, രോഗശാന്തിയുടെ സമർപ്പണം കൊണ്ട് നിന്നതല്ല. കൃപയാൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നിർത്തി. എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ മാസം എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്.
ഇത്ര വലിയ വയറിങ്ങനെ വീർത്ത്, ചിലർ പറഞ്ഞു കുറഞ്ഞൊരു 4 കിലോ ഉള്ള ട്യൂമർ വല്ലതും ആയിരിക്കും. ശ്വാസം പോലും വിടാൻ വയ്യായിരുന്നു, മരണത്തോളമായിരുന്നു. ഏകദേശം 1 മാസം മുഴുവനും വളരെയധികം എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയ സഹോദരി, നമുക്ക് കേരളത്തിൽ കർത്താവിൻ്റെ വേലയ്ക്കായി പോകേണ്ടതുണ്ട്. നീ അവിടെയും കർത്താവിൻ്റെ സാക്ഷിയാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ രോഗം കൊണ്ട് മരിക്കുകയല്ല, കുറച്ചുകൂടെ പൊന്നുകൂടെ കർത്താവ് തരികയുള്ളൂ. കൃപയാൽ 1 മാസം വളരെ കഷ്ടപ്പെട്ടുവെങ്കിലും ഇന്ന് ആരോഗ്യമുള്ളവളായി നിങ്ങളുടെ മധ്യത്തിൽ ഇവിടെയുണ്ട്. കർത്താവിന് സ്തോത്രം. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവ പൈതലിൻ്റെ, ഒരു ദൈവമക്കളുടെ വിലയേറിയ പൊന്ന് എന്ന് പറഞ്ഞാൽ പരിശോധിക്കപ്പെട്ട വിശ്വാസം. അപ്പോൾ റിബേക്കായുടെ വെള്ളിയുണ്ട്, പൊന്നാഭരണമുണ്ട്. പിന്നെ അടുത്തെന്താണ്? വസ്ത്രം. ഗലാത്യലേഖനം 3:27 ഇന്നലെ നാം വായിച്ചല്ലോ. സ്നാനപ്പെടുന്നവർ ക്രിസ്തുവിനെ ധരിക്കാൻ തോന്നുന്നു. വായിച്ചാട്ട് ഗലാത്യലേഖനം 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. റിബേക്ക ലാബാന്റെ വീട്ടിലെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല പോകുന്നത്. ഹല്ലേലൂയ. എലിയസർ കൊണ്ടുവന്ന അബ്രഹാമിന്റെ വീട്ടിലെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതേതാണ്? ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ഇതാ റിബേക്ക പോവുകയാണ്. അപ്പോൾ റിബേക്കായുടെ വസ്ത്രം ഏതാണ്? സ്നാനപ്പെട്ട് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവിടെ വെള്ളി ആഭരണം ഏതാണ്? യേശുവിന്റെ രക്തം. അവിടെ പൊന്നാഭരണം ഏതാണ്? വിലയേറിയ വിശ്വാസം. ഹല്ലേലൂയ. വിലയേറിയ വിശ്വാസമാകുന്ന പൊന്നാഭരണവും യേശുവിന്റെ രക്തമാകുന്ന വെള്ളിയാഭരണവും ക്രിസ്തു എന്ന വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇതാ റിബേക്ക എലിയസാറിന്റെ പുറകെ പോവുകയാണ്. അവിടെ നാം വായിക്കുന്നത് എലിയസർ അവളെ കൂട്ടിക്കൊണ്ടുപോയെന്നാണല്ലോ നാം വായിക്കുന്നത്. എലിയസാർ ആകുന്ന പരിശുദ്ധാത്മാവ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ എലിയസാറാകുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായി നമ്മുടെ മധ്യത്തിലുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം അല്പനേരം നിങ്ങൾക്കറിയാമെങ്കിലും, നിങ്ങൾക്കെല്ലാവർക്കും മനപ്പാഠം അറിയാമെങ്കിലും, ദൈവത്തിൻ്റെ ആത്മാവ് നിർബന്ധിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അല്പം കൂടെ നമുക്ക് ചിന്തിക്കാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ എന്തിനു വേണ്ടി വന്നു? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വായിച്ചാട്ട്. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 16 and 17. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ എന്തിനു വേണ്ടി വന്നു? യോഹന്നാൻ 14-ന്റെ 16-ഉം 17-ഉം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായാൽ അതിനവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അറിയുന്നു. ഇവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന, അതിന്റെ യോഹന്നാന്റെ അധ്യായം 14-ാം അധ്യായം 1-2 വാക്യം വായിച്ചാട്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇവിടെ കർത്താവരോട് പറയും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവിടെ ഹൃദയം കലങ്ങാനുള്ള കാര്യം എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു അവരെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നതിന് മുൻപ് അവരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മത്തി ചുങ്കം ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നവരായിരുന്നു. കർത്താവ് വിളിച്ചപ്പോൾ അവർ ജോലി വിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അതിനുശേഷം ആ സമയത്ത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. 1000 10,000 അവിടെ പുറകെ വന്നപ്പോൾ ഞങ്ങളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നല്ലൊരു ബഹുമാനമുള്ള ജോലി പോലെ അവർക്ക് തോന്നി. എന്നാൽ കർത്താവ് വളരെ ശക്തമായി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം വിട്ടേച്ചു പോയി. ജനങ്ങളും അവർക്കെതിരായി. ഒന്ന് ജോലി അവരുടേത് പോയി, ജനങ്ങളും അവർക്കെതിരായി, യേശുവിനെതിരായി തീർന്നു. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഞാനും നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ്. അപ്പോൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. ജോലി പോയി സാരമില്ല, മറ്റുള്ളവരെതിരായി സാരമില്ല, കുറഞ്ഞ പക്ഷേ യേശുവെങ്കിലും കൂടെയുണ്ടല്ലോ. യേശു പറഞ്ഞു, ഞാനും നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ്. അപ്പോൾ അവരുടെ ഹൃദയം വല്ലാതെ കലങ്ങി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യസ്ഥനെ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ അയച്ചു തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥനാണ്, നമ്മുടെ സകല കാര്യങ്ങളും ചെയ്യുന്ന കാര്യസ്ഥൻ. ഏത് കാര്യം പറഞ്ഞാലും ചെയ്യുവാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ. ഞാൻ മിലിറ്ററിയിലിരിക്കുമ്പോൾ
ഒരു കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യാവുന്ന നിങ്ങൾക്ക് പ്രയാസമെന്ന് തോന്നുന്നത്, 1962 ചൈനയുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന, അന്ന് ഞാൻ കോർ ഓഫ് എഞ്ചിനീയേഴ്സിലാണ്. ചൈന വളരെയധികം ആസാമിൽ വളരെയധികം മുൻപോട്ട് വന്നു. നമ്മുടെ അനേക 1000 മൈലുകൾ അവർ പിടിച്ചെടുത്തു, അനേക പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അമേരിക്ക നമുക്ക് സഹായത്തിനായി ഒരുപാട് മൈൻസ് അയച്ചു. 4 പ്ലെയിൻ നിറയെ NM-14 വന്ന ചെറിയ മൈൻസ്. അപ്പോൾ ആ മൈൻസ് വന്നാൽ അത് മൈൻസിന് എന്തോ കുഴിബോംബ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് ഓരോരുത്തർ കുഴിച്ചു വെച്ചാൽ പിന്നെ അവർ വരികയാണെങ്കിൽ ആ മൈൻസ് തട്ടി അവർ മരിച്ചു പോകും, അത് പൊട്ടിയിട്ട്. അവരെ തടയാനാണ്. അപ്പോൾ 4 പ്ലെയിനിൽ അമേരിക്ക അയച്ചെങ്കിലും ഞങ്ങൾ തേജ്പൂരിലാണ് അവിടെ വന്ന് പ്ലെയിൻ ഇറങ്ങി. എന്നാൽ ആദ്യത്തെ പ്ലെയിനിൽ അവർ ഈ മൈൻ എങ്ങനെയൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എല്ലാം ഉള്ളത് അയച്ചത് ആഗ്രായിൽ വന്നിറങ്ങി. പിന്നാണ് മനസ്സിലായി ആഗ്രായിൽ 3 പ്ലെയിനിലോട് നിറച്ച് മൈൻസ് വന്നു. ഞങ്ങൾ എഞ്ചിനീയേഴ്സിനോട് മിലിറ്ററി ഡീവ് കമാൻഡറും കോർ കമാൻഡറും അതുപോലെ കമാൻഡ് ഈസ്റ്റേൺ കമാൻഡ് പറയാം പെട്ടെന്ന് മൈൻസ് വെക്കുക. അപ്പോൾ മൈൻസ് നോക്കിയാൽ അതെങ്ങനെയാ തുറക്കുന്നത് അഴിക്കുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. വളരെ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇത് ചെയ്യാൻ ഞാൻ നിന്നെ ഒരുക്കുന്നു. ഞാൻ ഉടനെ ഒരു ചെറിയ മൈൻ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസറോട്, ഞാൻ അവിടെ ഒരു ബങ്കർ വലിയൊരു ഈ മണൽ കൊണ്ടുള്ള ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്, ഞാൻ തന്നെ പോയി ഞാൻ പറഞ്ഞു ഞാൻ പോയി ഇത് നോക്കിയിട്ട് വരാം. ഞാൻ അവിടെ വളരെ ദൂരെ 100-500 വില പോയി, അത് ബോംബ് പൊട്ടിയാൽ ഞാൻ മരിച്ചു പോകും. ഞാനത് വെച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സകലതും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണമേ ഇതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ അതിനുമുമ്പ് കണ്ടിട്ടില്ല, ഒരുത്തരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ്, മറ്റുള്ളവരെല്ലാം വളരെ ദൂരെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണ് പൊട്ടുന്നത്. ഞാൻ സാവകാശത്തിൽ അത് തുറന്ന് മുഴുവനും അഴിച്ച് എങ്ങനെയാണ് അത് വീണ്ടും യോജിപ്പിക്കേണ്ടത് എന്താണെന്നുള്ളത് മുഴുവനും കണ്ടു കഴിഞ്ഞ് ഞാൻ വെള്ളക്കൊടി പൊക്കി കാണിച്ചു. എല്ലാം ശരിയാണ്. അപ്പോഴത്തേക്ക് ഓഫീസേഴ്സ് എല്ലാം വന്ന് സന്തോഷത്തോടെ വന്ന് ഞാൻ അവരെ എല്ലാം പഠിപ്പിച്ചു. 2-3 മണിക്കൂറിനുള്ളിൽ ഹെലികോപ്റ്ററിൽ മൈൻസ് കൊണ്ട് വയ്ക്കാനിടയായി. അപ്പോൾ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനായി, ഞാൻ ഇങ്ങനെ നമ്മൾ വിചാരിക്കും ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഭൗതികമായ കാര്യങ്ങളും സകലതും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് കഴിയുന്നതാണ്. ഞാൻ ഡാപ്പുടി CME കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് എനിക്ക് ബ്രിഡ്ജിങ് ഡിസൈൻ വളരെ പ്രയാസമുള്ളതാണ്. എന്നാൽ കർത്താവ് കൃപ അന്ന് ഞാൻ യോഗങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ തിയറിറ്റിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, 4 മണിക്കൂർ എഴുതണം, ഏറ്റവും വലിയ പ്രയാസമുള്ളതാണ്. ഞാൻ അന്ന് രാത്രി 11 മണി വരെ യോഗങ്ങൾക്കെല്ലാം പോയി അവിടെ എല്ലാം പോയി സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ ഈ പ്രാവശ്യം തോറ്റത് തന്നെ. എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരെല്ലാം പറഞ്ഞു. പിറ്റേ ദിവസം പേപ്പർ എഴുതി പരിശുദ്ധാത്മാവിനോട്. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചതെല്ലാം പ്രൊഫസർ പഠിപ്പിച്ചെല്ലാം അതുപോലെ ഓർമ്മ വന്നു. എല്ലാവരും എഴുതി കൊടുക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പേ ഞാൻ എഴുതി കൊടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള പറഞ്ഞു തീർന്നത് തന്നെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇന്നും ഡാപ്പടി കോളേജ് ഓഫ് മിലിറ്ററി പോയ AM ശ്യാമലിൻ്റെ പേര് അവിടെ ഗോൾഡൻ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുവാൻ കർത്താവ് പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഞാൻ പറയുന്നത് ഏത് കാര്യത്തിലും കർത്താവിൻ്റെ വേലയിൽ മാത്രമല്ല, എല്ലാറ്റിലും. ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം, ചില ദൈവമക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ യോഗത്തിനൊന്നും വരണ്ട, വീട്ടിൽ നിങ്ങൾ പഠിച്ചേച്ചാൽ മതി എന്ന് പറയും. പ്രിയമുള്ളവരെ, യോഗത്തിനൊന്നും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവരുടെ ബുദ്ധി നല്ലതായിത്തീരും. ഇന്ന് നിങ്ങൾ മക്കളെ വീട്ടിൽ വിട്ടേച്ച് പോന്നാൽ അവർ ടെലിവിഷനിൽ നോക്കി സാത്താൻ്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കും. അവർ നല്ലവണ്ണം പഠിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിച്ചാൽ അവരുടെ ബുദ്ധി വളരെ നല്ലതായി തീരുവാനിടയാകും. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ കാര്യസ്ഥനായി നമ്മൾ എപ്പോഴും കൂടെ ഇരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ്? 1 നമ്മുടെ കാര്യസ്ഥൻ, 2 എപ്പോഴും കൂടെ ഇരിക്കുന്നവൻ. ഹല്ലേലൂയ. എലിയസർ നമ്മുടെ കാര്യസ്ഥൻ, എപ്പോഴും കൂടെ ഇരിക്കുന്നവൻ. ഇനി 14:26 വായിച്ചാട്ട്. എങ്കിലും പിതാവിന്റെ നാമത്തിലയപ്പാനുള്ള പരിശുദ്ധാത്മെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. 3-ാമത്തെ കാര്യം, സകലതും ഉപദേശിച്ചു തരും. എപ്പോഴും കൂടിയിരിക്കും, കാര്യസ്ഥനാണ്, സകലതും ഉപദേശിച്ചു തരും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. 4 കാര്യം. സകലതും ഉപദേശിച്ചു തരും, സ്തോത്രം. പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തും. എപ്പോഴും കൂടിയിരിക്കും, കാര്യസ്ഥനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൂടാതെ
സകല ഉപദേശിച്ചു തരും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സമയത്ത് ഓർമ്മപ്പെടുത്തും. നമുക്കെല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ഞാനൊരു പ്രാവശ്യം അമേരിക്കയിൽ വളരെ പല സ്ഥലങ്ങളിൽ ടെലിവിഷൻ സ്റ്റേഷനിലും പ്രസംഗിച്ചു. അതുകൊണ്ട് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ അമേരിക്കൻ രാഷ്ട്രത്തെയും കുറ്റം പറയുകയും, കാരണം നിങ്ങൾ പാപത്തിലേക്ക് പോകുകയാണ്. ഞാൻ മയാമിയിൽ പ്രസംഗിച്ചപ്പോൾ 3 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്യാനിടയായി. അമേരിക്കയിലും 3 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ സമാധാനം. അപ്പോൾ ഇതെല്ലാം വലിയ ന്യൂസായി. ഞാൻ ഒരു പ്രാവശ്യം ന്യൂയോർക്കിൽ വന്നപ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസൻ ജി വർഗീസിൻ്റെ അവിടെ വന്നു. രാത്രി 8 മണിക്കാണ് വന്നത്. ഞാൻ ചിക്കാഗോയിൽ വന്നപ്പോൾ അവിടെ വെളിയിലെല്ലാം ഒരുപാട് ഈ ന്യൂസ് മീഡിയയുടെ ട്രക്കും അതെല്ലാം. ഞാൻ വിചാരിച്ചു അവിടെ ഏതോ വലിയ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം വല്ലതും ഉള്ളതുകൊണ്ട് വല്ലതും നടക്കുകയായിരിക്കും. ഒത്തിരി ട്രക്കെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജി വർഗീസ് പറഞ്ഞു, നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ CNN, BBC മറ്റും അനേക മീഡിയ ഇവിടെ വന്നിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ജി വർഗീസിൻ്റെ വീടിൻ്റെ കീഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ആൻറ്റേണയായിട്ടാണ് ഈ ട്രക്കെല്ലാം വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരു 10 മിനിറ്റ് സമയം, ഞാൻ യാത്ര ചെയ്ത് വന്നാണല്ലോ, ഞാൻ ബാത്റൂമിൽ പോയൊന്ന് കുളിക്കാൻ സമയമില്ല. ഒരു ചെറിയ കാപ്പി കുടിച്ച് മുഖം കഴുകി ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ എല്ലാ ന്യൂസ് മീഡിയക്കാരുമുണ്ട്. അവർ പറഞ്ഞു, നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞങ്ങൾ വന്നിരിക്കുക. ഞാൻ അപ്പം എന്നെ ഇടയ്ക്ക് ഒരു കറങ്ങുന്ന കസേരയിൽ ഇരുത്തിയിട്ട് 4 വശത്തും ടെലിവിഷൻ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുകയാണ്, സ്ക്രീനിൽ നോക്കിക്കോളാനും പറഞ്ഞു. നീ പറയുന്നതെല്ലാം ലൈവ് ബ്രോഡ്കാസ്റ്റിൽ നടക്കുക. കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സകലതും ഉപദേശിച്ചു തരുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിനെ ഓരോ ചോദ്യങ്ങൾ അവർ ആത്മീയ കാര്യങ്ങളും മറ്റതെല്ലാം. ഞാൻ അന്ന് അവരോട് ഒരു കാര്യം പറഞ്ഞത്, അന്ന് പാറ്റ് റോബർട്ട്സൺ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് നിൽക്കാനായിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ പാറ്റ് റോബർട്ട്സൺ, ഞങ്ങളുടെ ഒരു യോഗത്തിന് പാറ്റ് റോബർട്ട്സൻ്റെ ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മേടിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി 1 മില്യൺ സിഗ്നേച്ചർ വേണമെന്നാൽ നിൽക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, ബൈബിൾ ക്ലാസിൻ്റെ സമയത്ത് 1000 ഇരിക്കുമ്പോൾ പാറ്റ് റോബർട്ട്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു, പാറ്റ് റോബർട്ട്സൺ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പിന് നിൽക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കോപമായി, വെള്ളക്കാരാണ്. അവർ പറഞ്ഞു, അതെങ്ങനെയാ നിന്റെ യോഗത്തിന് 1000 2000 ആയി അവർ വന്നാൽ പാറ്റ് റോബർട്ട്സൻ്റെ രാജ്യത്തിന് മില്യൺസ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു, അന്ന് ക്രൂഷ്ചേവ്, അന്ന് ഗോർബച്ചോവ് ഉള്ള കാലമാണ്. ഞാൻ പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നടക്കുന്ന കാലമാണ്. ഞാൻ പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ്റെ ഗോർബച്ചോവും പ്രസിഡന്റ് പാറ്റ് റോബർട്ട്സും കൂടെ ഒന്നിച്ച് സമ്മിറ്റ് നടത്തുമ്പോൾ ഗോർബച്ചോവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗോർബച്ചോവിനോട് പാറ്റ് റോബർട്ട്സ് സത്യം പറയാൻ ഒക്കുമോ? ഉടനെ അവർ പറഞ്ഞു, അത് പറയാൻ ഒക്കെയല്ല, ഞങ്ങളുടെ നാഷണൽ സീക്രട്ട് രഹസ്യമൊന്നും പറയാൻ ഒക്കെയല്ല. അപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് ആകുന്ന കർത്താവിൻ്റെ വലിയ ദാസനാകുന്ന പാറ്റ് റോബർട്ട്സന് അമേരിക്ക രക്ഷിക്കാൻ കളവ് പറയണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ഇതായി. ഇതെല്ലാം പിറ്റേ ദിവസത്തെ ന്യൂയോർക്ക് ടൈംസിലെല്ലാം അതുപോലെ ന്യൂസിലെല്ലാം വന്നു. അതോടുകൂടെ പാറ്റ് റോബർട്ട്സൺ പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് അനൗൺസ് ചെയ്തു, ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ളവരെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ ചോദിക്കാനാണ് അവർ വന്ന് നീ ഞങ്ങളുടെ ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഓരോ ചോദ്യങ്ങൾ അവർ 2.5 മണിക്കൂർ അവർ ഇത്ര കർശനമായി ചോദിച്ചപ്പോൾ കൃപയാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ സകല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് അതിൻ്റെ ആങ്കറിങ് ലേഡി ഒരു സ്ത്രീ ആയിരുന്നു. എല്ലാവരുടെയും ഇത് അവർ വന്ന് കൈ ഉപ്പിട്ട് പറഞ്ഞു, കൈ ഷെയ്ക്ക് എന്ന് പറഞ്ഞു, നീ ഒരു വലിയ ആളാണ്. ഞാൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് സകലതും ഉപദേശിച്ചു. അതുകൊണ്ട് പ്രിയമുള്ള, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, ജോലിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ, നിങ്ങൾക്കെല്ലാവർക്കും സകലതും ഉപദേശിച്ചു തരുവാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. വെറും കർത്താവിൻ്റെ മാർഗം മാത്രമല്ല, അവൻ ദൈവമാണ്. നിങ്ങൾ എത്ര വലിയ ജോലിയിലായിരിക്കുന്നെങ്കിലും, നിങ്ങൾ എത്ര വലിയ പ്രയാസമുള്ള കാര്യത്തിലായിരിക്കുന്നെങ്കിലും, ചെറിയ കാര്യമാണെങ്കിലും ഉപദേശിച്ചു തരുവാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവുന്ന ദൈവം സകല ഉപദേശിച്ചു. ഇനിയും അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 16:7 കൂടെ വായിച്ചാൽ, യോഹന്നാൻ 16:7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഒന്ന്,
കാര്യസ്ഥൻ. 2 എപ്പോഴും കൂടിയിരിക്കും. 3 സകലത് ഉപദേശിച്ചു തരും. 4 കർത്താവ് പറഞ്ഞതെല്ലാം ഓർമ്മപ്പെടുത്തും. 5 നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോട് ഇത് പാപം, ഇത് ചെയ്യരുത്. നമ്മുടെ മനസ്സാക്ഷി നമ്മൾ കൊടുക്കുന്ന വാണിങ്ങിനേക്കാൾ കൂടുതലായി ഒരു സ്ട്രോങ് ആയി വാണിങ് തന്നുകൊണ്ട് ഇത് പാപമാണ്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം. ഇനിയും അതിന്റെ 13-ാം വാക്യം വായിച്ചാട്ടെ. 16:13 യോഹന്നാന്റെ സുവിശേഷം 16:13. ജോൺ ചാപ്റ്റർ 16 verse 13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ സകല സത്യത്തിലും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നത് കൈകൊട്ടി അന്വേഷ പറയാനല്ല. ഇന്ന് പലരും, ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം, പലരും വിചാരിക്കാൻ കണ്ണുകൊട്ടി 2 അന്യഭാഷ പറഞ്ഞ് കുറച്ച് നൃത്തം ചെയ്ത് സന്തോഷിക്കാൻ. അതിനല്ല വന്നത്. എപ്പോഴും നിന്നോട് കൂടെ ഇരിക്കാൻ, നിന്റെ കാര്യസ്ഥനായി സകല കാര്യങ്ങളും ചെയ്യുവാൻ, സകലതും നിന്നെ ഉപദേശിക്കുവാൻ, കർത്താവ് പറഞ്ഞതെല്ലാം ഓർമ്മപ്പെടുത്തുവാൻ, പാപത്തെക്കുറിച്ച് പറയുവാൻ, നിന്നെ സകല സത്യത്തിലും വഴി നടത്തുവാൻ. ഹല്ലേലൂയ. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വന്നത് സകല സത്യത്തിലും വഴി നടത്തുവാൻ. ഇനി അതിന്റെ കീഴ്പോട്ട് വായിച്ചാട്ടെ. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ള കാര്യങ്ങൾ അറിയിച്ചു തരികയും ചെയ്യും. ഇതെന്താണ്? എൻ്റെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഒത്തിരി പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുണ്ട്. ചൈനയിൽ ഞാൻ 3 പ്രാവശ്യം അറസ്റ്റ് ആയതാണ്. ചൈനയിൽ എത്ര പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ എത്ര പ്രാവശ്യമായി, എത്ര ആശുപത്രികളുണ്ടായി. എന്നാൽ എല്ലാ സംഭവങ്ങളും നടക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് ഒരു വാണിംഗ് തരും. ഏതോ നടക്കാൻ പോവുകയാണ്, ഏതോ സംഭവിക്കാൻ പോകും. എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാകത്തില്ല. ഒരു അഡ്വാൻസ് വാണിംഗ്. ഏതെങ്കിലും നടക്കുന്നതിന് മുൻപേ ഒരു അഡ്വാൻസ് വാണിംഗ്, ഒരു നേരത്തെ ഒരു മുന്നറിയിപ്പ് തന്ന് ഞാൻ മാനസികമായി അതിനെ നേരിടാൻ ഒരുങ്ങുക. അതുകൊണ്ട് ദൈവകൃപയാൽ ഇന്ന് വരെ സർപ്രൈസായിട്ടൊന്നും നടന്നിരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നില്ല ആക്സിഡന്റ് ഇങ്ങനെ ഉണ്ടാകും. ഇല്ല, എന്നോട് അങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ പോക്കറ്റ് അടിക്കുമെന്ന് പറയുന്നില്ല. ഇന്ന് ഏതോ നടക്കും, ഏതോ ഉണ്ടാകും എന്ന് മനസ്സിലൊരു അഡ്വാൻസ് വാണിംഗ് ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് സാത്താൻ വന്ന് സർപ്രൈസായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് ഒന്ന് നേരത്തെ ഒന്ന് ഒരുങ്ങിയിരിക്കും. എനിക്ക് ആക്സിഡന്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രാവശ്യം അറിയാതെ അടികൊണ്ടിട്ടുണ്ട്. ഓപ്പണയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടികൊണ്ടിട്ടുണ്ട്. അന്നെല്ലാം നേരത്തെ ഒരറിവ്, ഒരു മുന്നറിയിപ്പ്, ഇന്നേതോ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ സ്തോത്രം പറഞ്ഞ് ഒന്നൊരുങ്ങി. അതുകൊണ്ട് ഇന്ന് വരെ ദൈവകൃപയാൽ സാത്താൻ എന്നെ സർപ്രൈസായി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകലവും അറിയിച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനുള്ളപ്പോൾ 1 എപ്പോഴും കൂടെ ഇരിക്കും. 2 നമ്മുടെ കാര്യസ്ഥനായ സകല കാര്യങ്ങളും ചെയ്യും. 3 നമ്മളെ സകല കാര്യങ്ങളും ഉപദേശിച്ചു തരും. നമ്മളോട് കർത്താവ് പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തും, പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്തും, സകല സത്യങ്ങളും വഴി നടത്തും. അതുകൂടാതെ വരുവാനുള്ള കാര്യങ്ങളെ അറിയിക്കും. അപ്പോസ്തല പ്രവൃത്തി 1:8 കൂടെ വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 1:8 നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഒന്ന് പെട്ടെന്ന് വായിച്ചിട്ട് പോകാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ശക്തി ലഭിക്കും. 8ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി എവിടുന്നാണ്? ലൂക്കോസ് 24:49 വായിച്ചാണ്. ലൂക്ക് 24:49. ആ ശക്തി എവിടുന്നാണ്? ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഈ ശിഷ്യന്മാരുടെ കാര്യം ഓർക്കണം. ഈ ശിഷ്യന്മാർ ഈരണ്ടായി ദൈവം അവരെ അയച്ചപ്പോൾ അവർ പോയി രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി. ഇങ്ങനെ അനുഭവം പ്രാപിച്ചവരോടാണ് കർത്താവ് പറയുന്നത്, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പി.
കന്യക മറിയാമിനെ കുറിച്ച് നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവിലാണ് ക്രിസ്തു അവൾ ജനിച്ചത്. എന്നിട്ടും ആ 120 പേരുടെ കൂട്ടത്തിൽ കന്യക മറിയാമാകുന്ന മറിയാമ്മ സഹോദരിയും കാത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടായാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഈ ഗ്ലാസ് നിങ്ങൾ നോക്കിയാൽ, ഈ ഗ്ലാസ് ഇപ്പം മുഴുവനും നിറച്ചു വെള്ളമില്ല. നിങ്ങൾ ദൂരെ നോക്കിയാൽ എനിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമോ ദൂരെ നിന്നാൽ? ഇത്രയും ഭാഗത്തിൽ വെള്ളമില്ല, അവിടെ വായുണ്ട്. അത് നിങ്ങളൊന്ന് ഈ ഗ്ലാസ് അടിച്ചു പിടിച്ചൊരു ബക്കറ്റിലോട്ടുണ്ട് താഴ്ത്തു നോക്കിയാൽ വെള്ളക്കൊമ്പള വരുന്നത് കാണാം. അതുപോലെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു. പരിശുദ്ധാത്മാവാണ് രക്ഷയുടെ വിത്ത് കൊണ്ടുവന്നത്. എന്നാൽ നിറവിൻ്റെ അനുഭവം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം പ്രാപിച്ചെങ്കിൽ മാത്രമേ നാം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ കഴിയൂ. ഉയരത്തിലെ ശക്തി നമ്മൾ ധരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ പോലെ ആംസ്ട്രോങ്ങിനെ അവർ ചന്ദ്രനിലേക്ക് അയച്ചപ്പോൾ സ്പേസ് സ്യൂട്ട് കൊടുത്താണ് അയച്ചത്. അതുപോലെ 120 കൂടിയിരുന്നപ്പോൾ 120 സ്പേസ് സ്യൂട്ട് സ്വർഗത്തിൽ നിന്ന് വന്നു. അവർ ധരിച്ചുകൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചു. അതുപോലെ പ്രിയമുള്ളവരെ, അന്യഭാഷ പറയുവാനല്ല, അന്യഭാഷ എന്നുള്ളത് വെറും അടയാളം മാത്രമാണ്. എന്നാൽ എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാൻ, എപ്പോഴും നമ്മളെ നടത്തുവാൻ, നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരുവാൻ, വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുവാൻ, അതിനുവേണ്ടിയാണ് കാര്യസ്ഥനെ അയച്ചിരിക്കുന്നത്. ആർക്ക് ലഭിക്കും? ചിലർക്കുണ്ട്, ഈ പരിശുദ്ധന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. അങ്ങനെയല്ല. ആർക്ക് വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, വിശുദ്ധന്മാർക്കല്ല പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. ആർക്ക് വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ ദാഹിക്കുന്നവർക്ക്. കർത്താവ് പറയുന്നത് ദാഹിക്കുന്നവർ, ദാഹമുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത്. ഉദാഹരണമായി നിങ്ങൾ ഇവിടെ പാർക്കാണെന്ന് വിചാരിച്ചാട്ടെ, നിങ്ങൾക്ക് നല്ല ദാഹമുണ്ടായി, രാത്രിയിൽ നല്ല ദാഹമുണ്ടായി. അവിടെ കോതമംഗലത്ത് ആ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് വെള്ളമുണ്ടെന്ന് അറിഞ്ഞു. ഇവിടെയെങ്കിലും വെള്ളമില്ല. നിങ്ങൾ സാധാരണ ദാഹമേ ഉള്ളതെങ്കിൽ നിങ്ങൾ സാരമില്ല, നാളെ പോയി കുടിക്കാം. എന്നാൽ നല്ല ദാഹമുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും നിങ്ങളുടെ കാലിന് ഏതെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിലും തളന്തി നടന്ന് അവിടെ ചെന്ന് വെള്ളം കുടിക്കും. അവിടെ ചെല്ലുമ്പോൾ വെള്ളം കുടിക്കും. ഇത് പെന്തക്കോസുകാരുടെ, ഇത് കുടിക്കരുതെന്ന് പറയും. അപ്പോൾ പറയും, പെന്തക്കോസുകാരുടെ ഒന്നും എനിക്ക് നോട്ടമല്ല, എനിക്ക് ദാഹം വരുന്നു, ഇത് വെള്ളമാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞ് കുടിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത് ദാഹമുള്ളവർക്ക്. ഒന്നാമത്തെ കണ്ടീഷൻ, ദൈവമേ എനിക്ക് നിന്റെ ആത്മാവിനെ വേണം എന്നുള്ള ദാഹം. രണ്ടാമത് ലൂക്കോസ് 11:9 മുതൽ 13 വരെ വായിച്ചാൽ, ലൂക്കോസ് 11:9 മുതൽ 13 വരെ. രണ്ടാമത്തെ കണ്ടീഷൻ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഹല്ലേലൂയ. ഒന്ന്, ദാഹം ഉണ്ടാകണം. രണ്ട്, എൻ്റെ പിതാവേ എനിക്ക് നിന്റെ ആത്മാവ്. നമ്മുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് മുട്ടുവാനോ അല്ലെങ്കിൽ കരയുവാനോ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി പറയുന്നു, യാചിക്കുക. കർത്താവേ എനിക്ക് നിന്റെ ആത്മാവിനെ തരണം. ഇന്ന് ആത്മനിറവ് പ്രാപിക്കാത്ത ആരെങ്കിലും അല്പം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. അപ്പോൾ ആത്മനിറവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കും. അതുകൊണ്ടാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഒന്ന്, ദാഹം ഉണ്ടായിരിക്കണം. രണ്ട്, യാചിക്കുക. മൂന്ന്, അപ്പോസ്തലപ്രവൃത്തി 5:32 വായിച്ചാൽ,
അപ്പോസ്തലപ്രവൃത്തി 5:32. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നെന്ന് ഉത്തരം പറഞ്ഞു. ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് സാക്ഷിയാകുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിപ്പാൻ ഒരുക്കമാണ്. കർത്താവേ. അപ്പോൾ 3 കണ്ടീഷൻ. 1, കർത്താവിനോട് ദാഹം, പരിശുദ്ധാത്മാവിനുള്ള ദാഹം. 2, യാചിക്കുക. 3, കർത്താവ് പറയുന്നതെല്ലാം ചെയ്യാൻ ഒരുക്കം. അങ്ങനെയുള്ളവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകും. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് നടക്കുന്നത് എനിക്കറിയാമെങ്കിലും പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. കഴിഞ്ഞ ദിവസം നാം ആത്മധീനെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് പ്രവൃത്തിയുടെ പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചാട്ട്. ആദ്യം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്മേൽ പതിഞ്ഞു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. ഇന്ന് പകലും അനേകരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുവാനിടയായി. കർത്താവിന് സ്തോത്രം. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം അന്യഭാഷയല്ല, ആദ്യം അഗ്നിയാണ് വരുന്നത്. ഇന്ന് പലർക്കും അന്യഭാഷ കിട്ടും. അതൊന്നും സ്വർഗത്തിൽ നിന്നുള്ളതല്ല. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സ്പിരിറ്റുകളുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അന്യഭാഷ നിങ്ങളിപ്പോൾ ഈ അന്യഭാഷ ഈ റോക്ക് ആൻഡ് റോൾ കഴിക്കുന്നവരും കുറച്ചു നേരം അടിച്ചു കഴിഞ്ഞ് ടപ്പ കഴിക്കുന്നുണ്ട്. അതുപോലെ ഹിന്ദു ക്ഷേത്രത്തിലും ഇങ്ങനെ പടപടപടാന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പഞ്ചാബിലൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സിഖ് ക്ഷേത്രത്തിൽ നിന്ന് അന്യഭാഷ വരും. ഞാൻ വണ്ടി നിർത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ 10-400 പേരിൽ ആടി അന്യഭാഷ പറയുക. അന്യഭാഷ. അപ്പൊ ഈ അന്യഭാഷയല്ല നമ്മുടെ അടയാളം. ആദ്യമേ അഗ്നി ഇറങ്ങി ശുദ്ധീകരണം നടക്കണം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിലേക്ക് ഇറങ്ങണം. അഗ്നി ഇറങ്ങി. ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാനും അനേകര് അഗ്നി എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ ഇടയായതുകൊണ്ട് അത് വീണ്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ധ്യാനത്തിങ്കൽ തീ കത്തി. യെരമ്യാ പറയുമ്പോൾ എൻ്റെ അസ്ഥിക്കുള്ളിലേക്ക് ദൈവത്തിൻ്റെ തീ കടക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് 104-ാം സങ്കീർത്തനം വായിക്കുന്നു, അവൻ നമ്മളെ അഗ്നി പന്തങ്ങളാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആദ്യമേ അഗ്നി. ഇനി അതിന്റെ 4-ാം വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്യഭാഷകൾ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ഈ അന്യഭാഷ എങ്ങനെയാ വരുന്നത്? എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെ ഒന്ന് വായിച്ചാട്ട്. ഈ അന്യഭാഷ എങ്ങനെയാ വരുന്നത്? എസെക്കിയേൽ പ്രവചനം 47-ന്റെ 3 മുതൽ 5 വരെ. എസെക്കിയേൽ ചാപ്റ്റർ 47 വേഴ്സ് 3-5. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. ഇവിടെ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നദിയായി, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഇടയ്ക്കിടയ്ക്കായി നദി സങ്കീർത്തനത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ കാണിക്കുന്നതാണ്. യഹോവയുടെ ആലയത്തിൽ നിന്ന് നദി ഒഴുകി വരികയാണ്. ആദ്യം 1000 മുഴം അളന്നപ്പോൾ നരിയാണിയോളമായി. അത് ആദാം മുതൽ നോഹ വരെയുള്ള കാലമായിരുന്നു. പരിശുദ്ധാത്മാവിന് പറഞ്ഞ നരിയാണിയോളം, ആദം മുതൽ നോഹ. പിന്നെ 1000 മുഴം അളന്നപ്പോൾ മുട്ടോളമായി. അത് നോഹ മുതൽ മോശ വരെയുള്ള സമയമായിരുന്നു. മുട്ടോളം നോഹ മുതൽ മോശ വരെ. അത് കഴിഞ്ഞ് ആയപ്പോൾ അരയോളമായി. അത് മോശ മുതൽ ആ അപ്പർ റൂം അല്ലെങ്കിൽ മാളികമുറിയിലെ അനുഭവം. എന്നാൽ
പെന്തക്കോസ് നാളാകുന്ന മാളികമുറി മുതൽ അത് ആഴമുള്ള നദിയാണ്. സ്തോത്രം. നിങ്ങളിപ്പോൾ വെള്ളത്തിലിറങ്ങി, നിങ്ങളുടെ കഴുത്തോളം വെള്ളമായാലും നിങ്ങൾ വെള്ളത്തിൽ നടക്കും. അരയോളം വെള്ളമായാലും നടക്കും, കഴുത്തോളം വെള്ളമായാലും നടക്കും. അത് കഴിഞ്ഞ് നിങ്ങളുടെ കുറച്ചുകൂടെ ഒരടി പോയി നിങ്ങളുടെ തലകൂടെ വെള്ളത്തിൽ വന്നാൽ മലയാളം സംസാരിക്കാൻ കഴിവുള്ള എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങളുടെ തലകൂടെ വെള്ളത്തിലായി. നിങ്ങൾ വാ തുറക്കും, മലയാളം പറയാം, വാ വരുമ്പം പപ്പ എന്നല്ലാതെ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒന്നും വരികയില്ല. അതാണ് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷ സംസാരിക്കുന്നത്. മനുഷ്യർ പറയുന്നതല്ല, ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുക. നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ടില്ലാത്തവർ ഇന്ന് ഒരു പക്ഷെങ്കിൽ അരവരെ വെള്ളമേ ഉള്ളൂ. വിശ്വാസത്താൽ കരയോട് കെട്ടിയിരിക്കുന്ന കയറുകളും കുറ്റികളും ഒക്കെ അടിച്ചിട്ട് ആഴത്തിലേക്ക് ഇറങ്ങുക. കഴുത്തോളമുള്ളവർ ഒരു അടി കൂടെ മുൻപോട്ടിറങ്ങിയ സഹോദര, നീ ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ സംസാരിക്കും. ഒരു സംഭവം പറയട്ടെ. തിരുച്ചിറാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ വലിയ യോഗം നടക്കുകയായിരുന്നു. അവിടെ ശനിയാഴ്ച ഒത്തിരി കല്ലേറുണ്ടായി. ടാഞ്ചൂരിൽ നടന്നത് അത് വേറെ. അതിനുശേഷം ടാഞ്ചൂരിൽ ഞാൻ നടന്ന സംഭവം ഇവിടെ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വലിയൊരു 61 പേരെ കൊന്നയൊരുവൻ, അത് വേറൊരു സ്ഥലമാണ്, ടാഞ്ചൂരിലായിരുന്നു. ഇത് തിരുച്ചിനാപ്പള്ളിയിലെയാണ്. വേറൊരു വർഷം അവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ DMK-കാർ ഹിന്ദുക്കളെതിരായി സ്റ്റേജിലെ കല്ലൊക്കെ എറിഞ്ഞു. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയായിരുന്നു, ഒരാൾ തമിഴിൽ തർജ്ജമ ചെയ്യായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ തർജ്ജമ ചെയ്ത സമയം ഞാനിങ്ങനെ പുറകോട്ട് പിടിച്ച് ഞാൻ മുൻപോട്ട് നിൽക്കുകയായിരുന്നു. കല്ല് ഭിത്തിയിൽ വന്ന് കൊണ്ടിട്ട് അതിൻ്റെ ചീളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഉപദ്രവേറ്റില്ല. 10-15 മിനിറ്റ് അവർ കല്ലെറിഞ്ഞു. എന്നാൽ വീണ്ടും നല്ല യോഗം നടന്നു. പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച ആരാധനയാണ്. ഞാൻ ആ പാസ്റ്ററുടെ വീട്ടിൽ, ഒരു ചെറിയ വീടാണ്, മണ്ണുകൊണ്ടുള്ള പുരയാണ്, തറ കല്ലുകൊണ്ട് പാകിയതാണ്. ഞാൻ അവിടെ ഇരുന്ന് 7 മണിക്ക് ഷേവ് ചെയ്യുമ്പോൾ ആരോ കതകിന് വന്ന് മുട്ടി. ഞാൻ കതവ് തുറന്നു നോക്കിയപ്പോൾ ടൈയൊക്കെ കെട്ടി 50 വയസ്സ് പ്രായമുള്ള ഒരു നല്ല ആരോഗ്യമുള്ളൊരു ആളവിടെ നിൽക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ സിലോവാം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. തൃച്ചിയിലെ സിലോവാം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. എനിക്ക് പരിശുദ്ധാത്മാവ് വേണം, അന്യഭാഷ വേണ്ട. കാരണം ഞാൻ അന്യഭാഷ സാത്താൻ്റേതാണ്, ദൈവത്തിന് നല്ല എന്നുള്ളത് ഞാൻ പുസ്തകം എഴുതി പരസ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അന്യഭാഷയിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ എനിക്ക് ആത്മാവ് വേണം. ഞാൻ പറഞ്ഞു, എന്തിനാ ഈ ആത്മാവിൻ്റെ നിർബന്ധം? ഇന്നലെ കല്ലെറിയുമ്പോൾ ഞാനും സ്റ്റേജിൻ്റെ താഴെ അവിടെ കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ വിറച്ചായി ഇവിടെ ഇരുന്നത്. എന്നാൽ നിങ്ങൾ കല്ലെറിഞ്ഞപ്പോഴും നിങ്ങൾ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് പ്രസംഗം തുടർന്നു. എനിക്ക് അങ്ങനെയുള്ള ധൈര്യം വേണം, എനിക്ക് അന്യഭാഷ വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര സത്യം പറയാം, എനിക്ക് ധൈര്യം വേണം, അന്യഭാഷ വേണ്ട, അന്യഭാഷ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അന്യഭാഷയ്ക്ക് എതിരായി പുസ്തകം എഴുതിയ ആളാണ് എന്ന് പറഞ്ഞു. ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദര എനിക്ക് 8 മണിക്ക് ആരാധനയ്ക്ക് പോകണം, അതുകൊണ്ട് എവിടോട്ട് മുട്ടുകുത്താൻ പറഞ്ഞു. കൈയൊക്കെ കെട്ടിയാണ് വന്നത്. അവിടെ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, കർത്താവേ, പിതാവാകും ദൈവമേ, ഈ സഹോദരന് അന്യഭാഷ വേണ്ട, പരിശുദ്ധാത്മാവ് വേണം. നിനക്കറിയാമല്ലോ ഇവനെ എങ്ങനെ നിറയ്ക്കണം, അവനെ നിറയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ സഹോദര ആ കോണിലോട്ടിരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഷേവ് ചെയ്ത് അവനെ ശ്രദ്ധിക്കുകയാണ്. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടൈ അങ്ങഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 6-7 മിനിറ്റ് പൊത്തോന്ന് തറയിലോട്ട് അങ്ങ് വീണു. തമ്പേരടിയിലൊന്നുമില്ല, കൈയിട്ടടിക്കാൻ തുടങ്ങുക. വെള്ളത്തിൽ കിടന്ന് നീന്തുന്നത് പോലെ കൈയിട്ടടിക്കുക. വലിയ വെടി പൊട്ടുന്ന ശബ്ദത്തിൽ അന്യഭാഷ പറയുക. അപ്പൊ ജനൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർ മുത്തുവും മറ്റുള്ളവരെല്ലാം ജനലിൽ കൂടെ നോക്കുക. അവർ പറയും, ഇയാളാണല്ലോ ഇതുവരെ അന്യഭാഷയ്ക്കെതിരായിട്ട് പ്രസംഗിച്ച് നടന്നു, പുസ്തകം എഴുതിയ ആളും അന്യഭാഷ പറയുന്നു. അപ്പൊ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തുന്ന പോലെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കൈയുടെ മുട്ടയിൽ നിന്നൊക്കെ ചോര വരുന്നു. ഞാനുണ്ടെ കസേരയൊക്കെ എടുത്ത് ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ സഹോദര എന്ന് വിളിച്ചു. ഉണ്ടെ എന്നോട് പറയാണ്, സഹോദര ഡിസ്റ്റർബ് ചെയ്ത്, ഞാൻ ദൈവത്തിൻ്റെ നദിയിൽ നീന്തുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നീന്തുകയാണ്. നിങ്ങൾക്കറിയാമോ, അന്ന് തന്നെ പോയി അദ്ദേഹം സിലോവാം ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം രാജിവെച്ചു. അന്ന് തന്നെ. അതിനുശേഷം ഞാനൊരു 4 വർഷം ശേഷം കാസിപ്പേട്ട്, ഹൈദരാബാദിലുള്ള കാസിപ്പേട്ട് സ്റ്റേഷനിൽ, വരങ്കലുള്ള കാസിപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങ് അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇതാരാണ്. ഞാൻ പറഞ്ഞു, എന്നെ വിട്. അപ്പോൾ എന്നെ മനസ്സിലായില്ലയോ ഉടനെ പറഞ്ഞു,
അവിടെ പറഞ്ഞു, ഞാൻ സിലോവാം ബൈബിൾ കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു. അന്ന് ഞാൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. ഞാൻ രാജിവെച്ചു. ഞാനിപ്പോൾ ഒരു പെന്തക്കോസിന്റെ വേലക്കാരനായി ഈ ആന്ധ്രാപ്രദേശത്തിലുണ്ട്. കർത്താവിന്റെ വേല ചെയ്യുന്നു പറയുവാനിടയായി. കർത്താവിന് സ്തോത്രം. അദ്ദേഹം ഇന്നുമുണ്ട്. നിങ്ങൾ അന്യഭാഷ പറയുന്നവരല്ലെങ്കിലും ഇന്ന് രാത്രി ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവുന്ന നദി ഇവിടെ ഒഴുകുകയാണ്. സ്തോത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുൻപോട്ടിറങ്ങുകയാണെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാനായി കഴിയും. ഇനി ഒരു വാക്യം കൂടെ വായിച്ച് റിബേക്കയുടെ യാത്ര നമുക്കൊന്ന് നോക്കാം. ഉത്തമഗീതം 7:5 വായിച്ചാട്ട്, 8:5 വായിച്ചാട്ട്. ഉത്തമഗീതം 8:5. മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ. മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നോരിവളാർ. പ്രിയമുള്ളവരെ, റിബേക്കായുടെ യാത്ര നിങ്ങൾ നോക്കുക. റിബേക്കായുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. റിബേക്ക അവിടെ വീട് വിട്ടു ഇസ്ഹാക്കിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവളുടെ വീട്ടിലിരുന്നുകൊണ്ട് ഇസാക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നല്ല പറയുന്നത്. അവൾ യാത്ര ചെയ്ത് പരിശുദ്ധാത്മാവാകുന്ന എലിയസറുമായി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇവിടെ ശൂനേം കാര്യത്ത് യാത്ര ചെയ്യുകയാണ്. പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട്, ആ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട്, അവന്റെ മാർവിൽ ചാരിക്കൊണ്ട് പറയുന്ന സീക്രട്ട് രഹസ്യ ഭാഷയാണ് അന്യഭാഷ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു, വേറെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ആകയാൽ ഇന്ന് രാത്രി നമുക്ക് യാത്ര ആരംഭിക്കാം പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തോട്. നാം വായിച്ചല്ലോ, റിബേക്കായെ എലിയാസാർ കൂട്ടിക്കൊണ്ടുപോയി. അവരങ്ങനെ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ആ വഴി മധ്യേ അബ്രഹാമിന്റെ വീടിന് മുൻപിലായി വെളിമ്പ്രദേശത്ത് ഇസ്ഹാക്കിനെ കാണുന്നു. ഹല്ലേലൂയ. അതുപോലെ നാം യാത്ര പോകുമ്പോൾ മധ്യാകാശത്തിൽ നമ്മുടെ നല്ല മണവാളനാകുന്ന കർത്താവ് തൻ്റെ ഭവനത്തിലേക്ക് ചേർത്ത് കൊള്ളുവാൻ എത്രയും വേഗം വരുവാൻ പോവുകയാണ്. ആകയാൽ ഈ പട്ടണത്തിലുള്ള റിബേക്കാമാരെ, നിങ്ങളുടെ യാത്ര തുടർന്നില്ല എങ്കിൽ ഇന്ന് രാത്രി യാത്ര ആരംഭിക്കുക. കോതമംഗലത്തുള്ള റിബേക്കാമാരെ, ഇസ്ഹാക്കിന്റെ ഭവനത്തിലേക്ക് യാത്ര തുടരുക. ഈ ലോകമാകുന്ന ലാബാന്റെ ഭവനം വിട്ടെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിലെ അനുഭവമുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് കനാനിൽ പോകണമെങ്കിൽ മധ്യത്തിലുള്ള മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തേ മതിയാകുള്ളൂ. മിസ്രൈമിൽ നിന്ന് ഒറ്റ ചാട്ടത്തിന് കനാനിൽ ചെല്ലുകയില്ല, യാത്ര ചെയ്തേ മതിയാകുള്ളൂ. അതുപോലെ സിയോൻ യാത്രക്കാരെ, നല്ല എലിയാസാറാകുന്ന പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് നിങ്ങളുടെ യാത്ര ആരംഭിക്കുമോ? ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. നമ്മൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. പരിശുദ്ധാത്മനിറവ് പ്രാപിക്കാതെ ഇന്ന് പരിശുദ്ധാത്മനിറവ് പ്രാപിക്കണം എന്ന് താല്പര്യമുള്ള, അഥവാ പരിശുദ്ധാത്മാവുന്ന നദിയിൽ ആനന്ദിപ്പാൻ താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ പാവിരിച്ചിട്ടുണ്ട്, ഇരിക്കാവുന്നതാണ്. കസേരയിലിരുന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ സ്വാതന്ത്ര്യമായി ആരെങ്കിലും അപ്രകാരം ആരാധിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുന്നേറ്റ് മുൻപോട്ട് വരാമെന്ന് നിർബന്ധമല്ല. കസേരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കുവാൻ കഴിവുള്ളവനാണ്. എന്നാൽ കസേരയിൽ ഇരിക്കുമ്പോൾ കസേര ഒടിഞ്ഞു പോകുമോ, കസേര താണു പോകുമോ എന്നുള്ളതായ പ്രയാസമുണ്ടാകുമ്പോൾ, ആകയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാം അല്പനേരം പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. നിർബന്ധമല്ല എല്ലാവരും താഴെ വന്നിരിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ വന്നിരിക്കാം എന്നേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം. നാം ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം.